Download now. CC Learning app. ഹായ്, എല്ലാവർക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ജനറൽ PSC ചാനലിലേക്ക് സ്വാഗതം. ഞാൻ സഞ്ജയ്. ഇപ്പോൾ നമ്മുടെ ഇതൊരു ലോങ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ്. ആദ്യം തന്നെ പറയുകയാണ്, കുറച്ച് ലോങ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ്. ഈ ഒരു സെക്ഷനിൽ നമ്മൾ LGS അതേപോലെ തന്നെ 10th പ്രിലിംസ്, മേജർലി നമ്മൾ LGS ആണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. LGS 10th പ്രിലിംസിന് ഇതുവരെ ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഏതൊക്കെയാണ്, അവയുടെ കൺസെപ്റ്റുകളൊക്കെയാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതായത് 2021 മുതൽ 2025 വരെയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. അപ്പൊ നമ്മളൊരു സീരീസ് ആയിട്ടാണ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് സീരീസ് ആണ് ഇത്. ഓക്കെ, ഇതിൽ ഏകദേശം ഒരു 75 മുകളിലെ ചോദ്യങ്ങളും അവയുടെ കൺസെപ്റ്റുകളും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓരോ ചോദ്യങ്ങളും വളരെ കൃത്യതയോട് തന്നെ കേൾക്കാനും അതിന്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് മനസ്സിലാക്കാനുമായിട്ട് ശ്രമിക്കുക. സോ ആദ്യം തന്നെ പറയാനുള്ള ഒരു ലോങ് വീഡിയോ ആണ് ഇത്. ഫുള്ള് കണ്ടു തീർത്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്താണ് LGS അല്ലെങ്കിൽ 10th പ്രിലിംസ് പോലുള്ള എക്സാമിന് ജീവശാസ്ത്രം പൊതുജനാരോഗ്യത്തിനുള്ള മാർക്ക് ഉറപ്പിക്കാം. അപ്പൊ സമയം കളയുന്നില്ല, നേരെ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സിലേക്ക് കടക്കാം. അതിന് മുന്നോടിയായിട്ട് നമ്മുടെ CCയുടെ ലേണിംഗ് ആപ്പ്, കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ലേണിംഗ് ആപ്പ് ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതുവഴി നമ്മുടെ ഫ്രീ ആയിട്ട് നമുക്ക് കൊടുക്കുന്ന മോക്ക് ടെസ്റ്റുകളും കറണ്ട് അഫേഴ്സുകളും മോക്ക് ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. സോ അത് ഡൗൺലോഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ എന്ത് ചെയ്യുക, പ്ലേ സ്റ്റോറിൽ ചെല്ലുക, നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കർ എന്ന് സെർച്ച് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക. സോ സമയം കളയുന്നില്ല, നമ്മൾ നേരെ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ചോദ്യം ഇതാണ്. ഇപ്പോൾ നോക്കിക്കോളെ, 2021 മുതൽ 2025 വരെയുള്ള ചോദ്യങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ശ്രദ്ധിച്ചു കേട്ടോളുക. ഒന്നാമത്തെ ചോദ്യം, റേച്ചൽ കാൾസൺ രചിച്ച സൈലന്റ് സ്പ്രിംഗ് എന്ന ഗ്രന്ഥത്തിൽ പ്രതിപാദിക്കുന്ന വിഷയം ഏതാണ്? പല എക്സാമുകൾക്കും ചോദിച്ച ഒരു ഏരിയയാണ് ഈ പറയുന്ന റേച്ചൽ കാൾസന്റെ സൈലന്റ് സ്പ്രിംഗ് അല്ലെങ്കിൽ നിശബ്ദ വസന്തം എന്ന് പറയുന്ന പുസ്തകത്തെ പറ്റി പല എക്സാമുകളിലും ചോദിച്ചിട്ടുണ്ട്. ഒരു SCRT കണ്ടന്റ് കൂടെയായിരുന്നു. അപ്പൊ നോക്കിക്കൊള്ളുക, ഈ പറയുന്ന സൈലന്റ് സ്പ്രിംഗ് അല്ലെങ്കിൽ നിശബ്ദ വസന്തം എന്ന് പറയുന്ന പുസ്തകം രചിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് റേച്ചൽ കാൾസൺ ആണ്. ഈ പുസ്തകം പബ്ലിഷ് ചെയ്തതോടുകൂടിയാണ് അമേരിക്കയില് എന്ത് നിർത്തലാക്കിയത്? DDT പോലുള്ള മാരകമായിട്ടുള്ള രാസവസ്തുക്കൾ എന്ത് ചെയ്തത്? നിർത്തലാക്കി, അല്ലെങ്കിൽ കീടനാശിനികൾ നിർത്തലാക്കിയത്. അപ്പൊ സ്വാഭാവികമായിട്ടും റേച്ചൽ കാൾസൺ രചിച്ച സൈലന്റ് സ്പ്രിംഗ് എന്ന ഗ്രന്ഥത്തിൽ പ്രതിപാദിക്കുന്ന വിഷയം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? അത് DDTയെ കുറിച്ചാണെന്ന് മനസ്സിലാക്കുക. വളരെ സിമ്പിൾ ആയുള്ള ചോദ്യം. അപ്പൊ എന്തൊക്കെ മനസ്സിലാക്കുക? റേച്ചൽ കാൾസന്റെ പുസ്തകം സൈലന്റ് സ്പ്രിംഗ് അല്ലെങ്കിൽ നിശബ്ദ വസന്തം അതെന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? അമേരിക്കയിലെ DDTയുടെ നിരോധനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക. അടുത്ത ചോദ്യം, നമ്മുടെ രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് നോക്കിക്കൊള്ളുക, ഇത് ആ ഒരു ടൈമിൽ ചോദിച്ച പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. സെഹത് എന്ന ടെലിമെഡിസിൻ പദ്ധതിയുമായിട്ട് സഹകരിച്ച ആദ്യ ആശുപത്രി, അല്ലെ? ഇത് ഓൾറെഡി വന്ന ചോദ്യമാണ്. അതുകൊണ്ട് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക, സെഹത് എന്ന ടെലിമെഡിസിൻ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതുമായിട്ട് സഹകരിച്ച ആദ്യ ആശുപത്രി, അല്ലെ? ആദ്യ ആശുപത്രി ഏതാണെന്നാണ് മനസ്സിലാക്കുക. ആൻസർ ഏതാണ്? അത് അപ്പോളോ ഹോസ്പിറ്റൽ ആണ് എന്ന് മനസ്സിലാക്കുക. അല്ല, അതൊരു ഫാക്റ്റ് ആണ്, പഠിച്ചു വെച്ചോളുക. എന്താണ്? സെഹത് എന്ന ടെലിമെഡിസിൻ പദ്ധതിയുമായിട്ട് സഹകരിച്ച ആദ്യ ആശുപത്രി ഏതാണ്? അപ്പോളോ ഹോസ്പിറ്റൽ. ഓക്കെ, അടുത്ത ചോദ്യം, അതൊരു ഫാക്റ്റ് ആണ്. ആ ഫാക്ട് അങ്ങനെ തന്നെ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെച്ചോളുക. അപ്പൊ നോക്കിക്കൊള്ളുക, അടുത്ത ചോദ്യം, മനുഷ്യ ശരീരത്തിൽ രക്തം കട്ട പിടിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വസ്തു നിർമ്മിക്കപ്പെടുന്നത് എവിടെയാണ്? നമുക്കറിയാം, ഈ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കൺസെപ്റ്റുകൾ ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന എൻസൈം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതേതാണ്? അത് ത്രോംബോപ്ലാസ്റ്റിൻ എന്ന് പറയുന്ന എൻസൈമാണ്. എൻസൈമിന്റെ പേരെന്താണ്? ത്രോംബോപ്ലാസ്റ്റിൻ. ഇനി രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന എലമെന്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കാൽസ്യമാണ്. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വിറ്റാമിൻ K ആണെന്ന് മനസ്സിലാക്കുക. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതേതാണ്? അത് ഫൈബ്രിനോജൻ ആണ് എന്ന് മനസ്സിലാക്കുക. പ്ലാസ്മ പ്രോട്ടീൻ. ഇനി രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ബ്ലഡ് സെൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രക്തകോശം അല്ലെങ്കിൽ ബ്ലഡ് സെൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്ലേറ്റ്ലെറ്റ് ആണെന്ന് കൂടി മനസ്സിലാക്കുക. എന്തൊക്കെയാ പറഞ്ഞത്? രക്തം കട്ട പിടിക്കാൻ ആവശ്യമായിട്ടുള്ള എൻസൈം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ത്രോംബോപ്ലാസ്റ്റിൻ ആണ്. എങ്കിൽ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന എലമെന്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കാൽസ്യം ആണ്. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ
ഫില്ലോക്കിനോൾ എന്നറിയപ്പെടുന്ന വിറ്റാമിൻ ആയിട്ടുള്ള വിറ്റാമിൻ കെ ആണ്. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏതാണ് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫൈബ്രിനോജൻ ആണ്. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ബ്ലഡ് സെൽ അല്ലെങ്കിൽ രക്തകോശം ഏതാണ് ചോദിച്ചു കഴിഞ്ഞാൽ അതേതാണ്? അത് പ്ലേറ്റ്ലെറ്റ് ആണെന്ന് കൂടി മനസ്സിലാക്കുക. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ആ രക്തം കട്ടപിടിക്കാൻ ആവശ്യമായുള്ള വസ്തു നിർമ്മിക്കപ്പെടുന്ന പ്രധാനമായിട്ട് ഈ പറഞ്ഞ ത്രോംബോപ്ലാസ്റ്റ് അല്ലെങ്കിൽ ഫൈബ്രിനോജൻ ഒക്കെ നിർമ്മിക്കപ്പെടുന്ന എവിടെയാണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ആൻസർ എവിടെയാണ്? അത് നമ്മുടെ കരളാണ്. എവിടെയാണ്? കരൾ നമ്മുടെ ലിവറിലാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ അവയവമായിട്ടുള്ള അല്ലെ, ഏറ്റവും വലിയ ആന്തരിക അവയവമായിട്ടുള്ള അല്ലെ, 2 ലോബുകളുള്ള ഏറ്റവും കൂടുതൽ താപം ഉൽപ്പാദിപ്പിക്കുന്ന ബൈൽ ഉൽപ്പാദിപ്പിക്കുന്ന അവയവമായിട്ടുള്ള കരളാണ് ആൻസർ എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അപ്പൊ കരളുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങള് LGS ലെവലിൽ ചോദിച്ചിട്ടുണ്ട്. അത് വ്യക്തമായിട്ട് എന്ത് ചെയ്യണം? പഠിക്കണം. ഓക്കെ അല്ലെ? അടുത്ത ചോദ്യം, ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? തീർച്ചയായിട്ടും ബ്രെയിനുമായിട്ട് റിലേറ്റ് ചെയ്ത് പല ചോദ്യങ്ങളും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ചോദിക്കുന്നുണ്ട്. LGS ലെവലിലും 10th പ്രിലിംസ് ലെവലിലും ചോദിക്കുന്നുണ്ട്. അപ്പൊ നോക്കിക്കോളൂ, നമ്മുടെ ബ്രെയിനിലേക്ക് വരുമ്പോൾ അവിടെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ സെറിബ്രം, സെറിബെല്ലം, മെഡുല ഒബ്ലാങ്കട്ട, തലാമസ്, ഹൈപ്പോ തലാമസ് ഈ പറയുന്ന ഭാഗങ്ങളും അവയുടെ ഫംഗ്ഷനുകളും വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. ഇവിടെ ചോദിച്ചിരിക്കുന്നത് അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഭാഗമാണ്. അപ്പൊ എന്താണ് അനൈച്ഛിക പ്രവർത്തനം എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്താണ് അനൈച്ഛിക പ്രവർത്തനം എന്ന് പറയുന്നത്? 2 തരത്തിലുള്ള ചലനങ്ങളാണുള്ളത്. ഒന്ന് ഐച്ഛിക ചലനവും 2 അനൈച്ഛിക ചലനവും. എന്താ ഐച്ഛിക ചലനം എന്ന് പറയുന്നത്? എൻ്റെ ഇഷ്ടപ്രകാരം എനിക്ക് ചെയ്യാൻ സാധിക്കുന്നത്, അതായത് എൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് ഐച്ഛിക ചലനം. എനിക്ക് നടക്കാം, എനിക്ക് ഓടാം, ചാടാം, നീന്താം, അതൊക്കെ ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം ചെയ്യുന്നതാണ്. അത്തരം ചലനങ്ങളെയാണ് നമ്മൾ ഐച്ഛിക ചലനം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഐച്ഛിക ചലനം? എൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് ചെയ്യാൻ സാധിക്കാത്തത്. എൻ്റെ ഹാർട്ട് ബീറ്റ് എനിക്ക് നിയന്ത്രിക്കാൻ സാധിക്കുമോ? ഇല്ല. രക്തത്തിന്റെ ഓട്ടം എനിക്ക് നിയന്ത്രിക്കാൻ സാധിക്കുമോ? ഇല്ല. അപ്പൊ എൻ്റെ ഇഷ്ടപ്രകാരം നിയന്ത്രിക്കാൻ സാധിക്കാത്ത ചലനമാണ് അനൈച്ഛിക ചലനം എന്ന് പറയുന്നത്. ആ അനൈച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്ന ഭാഗം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഠിച്ചു വെച്ചോളുക, പലതവണ ചോദിച്ചതാണ്. അത് മെഡുല ഒബ്ലാങ്കേറ്റ ആണ്. എന്താണ്? മെഡുല ഒബ്ലാങ്കേറ്റ ആണ്. നമ്മൾ പലതവണ കേട്ടിട്ടുണ്ട്. വാഹന അപകടത്തിൽ തലയ്ക്ക് പരിക്കേറ്റയാൾ പെട്ടെന്ന് മരിച്ചു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വാർത്തകൾ കേട്ടിട്ടുണ്ട്. അപ്പൊ അത് പ്രധാനമായിട്ടും ഈ പറയുന്ന മെഡുല ഒബ്ലാങ്കേറ്റയ്ക്ക് ക്ഷതമേറ്റ് കഴിഞ്ഞാൽ അല്ലെ മരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം അത് അനൈച്ഛിക പ്രവർത്തനം അല്ലെങ്കിൽ ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം പോലുള്ള അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഭാഗമാണ് മെഡുല ഒബ്ലാങ്കേറ്റ അല്ലെ. അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് മെഡുല ഒബ്ലാങ്കേറ്റ. ഐച്ഛിക പ്രവർത്തനം, ഓടുക, ചാടുക, നടക്കുക പോലുള്ള ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് സെറിബ്രമാണ്. ഇനി ബോഡി ബാലൻസ് അല്ലെങ്കിൽ ശരീര തുലന നില, ബോഡി ബാലൻസ് അല്ലെങ്കിൽ ശരീര തുലന നില പാലിക്കാൻ സഹായിക്കുന്നത് അത് സെറിബെല്ലമാണ്. ആവേഗങ്ങളുടെ പുനഃപ്രസരണ കേന്ദ്രം അല്ലെ, റിലേ സ്റ്റേഷൻ അല്ലെങ്കിൽ പുനഃപ്രസരണ കേന്ദ്രം അല്ലെങ്കിൽ വേദനാ സംഹാരികൾ പ്രവർത്തിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തലാമസിലാണെന്ന് കൂടി മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? സോ ബ്രെയിൻ ഇമ്പോർട്ടന്റ് ആണ്. പല ചോദ്യങ്ങളും നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ പല ചോദ്യങ്ങളും ബ്രെയിനിൽ നിന്ന് വന്നിട്ടുണ്ട്. ഓരോന്നും പറയുമ്പോൾ അതിനനുസരിച്ച് പറഞ്ഞു പോകാം. സോ അത് ഇത് കാണുന്നവർ, ഈ ക്ലാസ് കാണുന്നവർ എന്ത് ചെയ്യുക? നിങ്ങൾ ചുമ്മാ കേട്ടിരിക്കാതെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ നോട്ട് ഡൗൺ ചെയ്ത് പോകാനായിട്ട് കൂടി എന്ത് ചെയ്യുക? ശ്രമിക്കുക. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. മദ്യം ബാധിക്കുന്ന തലച്ചോറിന്റെ ഭാഗം ഏതാണ്? അല്ലെ, തലച്ചോറിൽ നിന്ന് ചോദിച്ച മറ്റൊരു ചോദ്യമാണ് മദ്യം ബാധിക്കുന്ന തലച്ചോറിലെ ഭാഗം. നമുക്കറിയാം മദ്യം കുടിച്ചു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ആടി ആടി നടക്കും അല്ലെ, ആടി ആടി നടക്കും. നമ്മളെ നേരെ നടക്കാൻ സഹായിക്കുന്നത് ശരീര തുലനനിലയാണ്. ആ ശരീര തുലനനില പാലിക്കാൻ സഹായിക്കുന്നത് സെറിബെല്ലമാണ് എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ മദ്യം പ്രധാനമായിട്ടും ബാധിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയായിരിക്കും? അതെവിടെ തന്നെയാണ്? സെറിബെല്ലത്തിൽ തന്നെയാണ്. സെറിബെല്ലത്തിൽ തന്നെയാണ് അല്ലെ. തലാമസ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ആവേഗങ്ങളുടെ പുനഃപ്രസരണ കേന്ദ്രം, വേദനാ സംഹാരികൾ പ്രവർത്തിക്കുന്ന തലാമസിലാണ്. സെറിബ്രം എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഭാഗമാണ് അല്ലെ. ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്നു. ചിന്ത, ബുദ്ധി, ഓർമ്മ, ശക്തി എന്നിവയുടെ എല്ലാം കേന്ദ്രം എന്ന് പറയുന്നത് സെറിബ്രമാണ് അല്ലെ. ഹൈപ്പോ തലാമസ് എന്ന് പറയുന്നത് ആന്തര സമസ്ഥിതി പാലനം അല്ലെങ്കിൽ ഹോർമോണൽ ആക്ടിവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഹൈപ്പോ തലാമസ്. സെറിബെല്ലം ഓൾറെഡി നമ്മൾ പറഞ്ഞു അല്ലെ, ശരീര തുലനില, അതേപോലെ തന്നെ ലിറ്റിൽ ബ്രെയിൻ അല്ലെ, തലച്ചോറിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഭാഗം അല്ലെങ്കിൽ ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്നത് സെറിബെല്ലമാണ്.
ഏറ്റവും വലിയ ഭാഗം എന്ന് പറയുന്നത് സെറിബ്രമാണ്. ഏറ്റവും വലിയ രണ്ടാമത്തെ ഭാഗം സെറിബെല്ലമാണ്. അതുകൊണ്ട് തന്നെ ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്നതും സെറിബെല്ലമാണ് എന്ന് കൂടി മനസ്സിലാക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം ഇതാണ്, പേശികളെ കുറിച്ചുള്ള പഠനം ഏതാണ് എന്നുള്ളതാണ്. അല്ല, വളരെ സിമ്പിൾ ആയുള്ള ചോദ്യം. പേശികളെ, മസിൽസിനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേരാണ് മയോളജി എന്ന് വിളിക്കുന്നത്. എന്താണ്? മയോളജി. ഇപ്പൊ എന്താണ് ഈ ഓസ്റ്റിയോളജി എന്ന് പറയുന്നത്? ഓസ്റ്റിയോളജി എന്ന് പറയുന്നത് അസ്ഥികളുമായിട്ട് ബന്ധപ്പെട്ടാണ്, അല്ലെ? അസ്ഥികളെ കുറിച്ചുള്ള പഠനമാണ്. നെഫ്രോളജിയോ? നെഫ്രോൺസ് എന്താണ്? നമ്മുടെ വൃക്കയുടെ അടിസ്ഥാന ഘടകം, അല്ലെ? വൃക്കയുടെ അടിസ്ഥാന ഘടകമാണ് നെഫ്രോണുകൾ എന്ന് പറയുന്നത്. സോ നെഫ്രോളജി എന്ന് പറയുന്നത് വൃക്കയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതേപോലെ ഫ്രെനോളജി എന്ന് പറയുന്നത് എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്? നമ്മുടെ ക്രേനിയം, അല്ലെങ്കിൽ നമ്മുടെ അസ്ഥി, തലയുടെ ക്രേനിയവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഫ്രെനോളജി എന്ന് കൂടി മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് നോക്കാം. ചോദ്യം ഇതാണ്, പാകം ചെയ്താൽ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ ഏതാണ്? അല്ലെ, പലപ്പോഴും പലതവണ നമ്മൾ പഠിച്ചതാണ്. അല്ലെ, ആൻസർ ഏതാണ്? പാകം ചെയ്താൽ നഷ്ടമാകുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ സി. അല്ലെ, ആസ്കോർബിക് ആസിഡ് എന്നറിയപ്പെടുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ സി. വിറ്റാമിൻ സിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന ഒരു അപര്യാപ്തത രോഗമാണ് സ്കർവി, അല്ലെങ്കിൽ നാവികരുടെ പ്ലേഗ് എന്ന് കൂടി മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം. അടുത്ത് നോക്കിക്കൊള്ളുക, ബന്ധം കണ്ടെത്തുക എന്നുള്ളതാണ്. കാർഡിയോളജി എന്ന് പറയുമ്പോൾ അവിടെ ഹൃദയമാണ്. കാരണം കാർഡിയോളജി എന്ന് പറയുന്നത് ഹൃദയത്തെ കുറിച്ചുള്ള പഠനമാണ് നമ്മൾ കാർഡിയോളജി എന്ന് പറയുന്നത്. അപ്പൊ നെഫ്രോളജി നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, അല്ലെ? കാർഡിയോളജി ഹൃദയമാണ് എങ്കിൽ നെഫ്രോളജി എന്ന് പറയുന്നത് എന്തിനെ കുറിച്ചുള്ള പഠനമാണ്? കരളാണോ? അല്ല. തലച്ചോറാണോ? അല്ല. നെഫ്രോണുകൾ എവിടെയാണ് കാണപ്പെടുന്നത്? വൃക്കകളിലാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിസർജനാവയവമായിട്ടുള്ള വൃക്കകളിലാണ് എന്ത് കാണപ്പെടുന്നത്? നെഫ്രോണുകൾ കാണപ്പെടുന്നത്. സോ നെഫ്രോളജി എന്ന് പറയുന്നത് വൃക്കയെ കുറിച്ചുള്ള പഠനമാണ്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ക്ലിയർ അല്ലേ? ശരി, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ചോദ്യം ഇതാണ്, എന്താണ്? ആന്റിജൻ ഇല്ലാത്ത രക്തഗ്രൂപ്പ് ഏതാണ്? സോ നല്ലൊരു കൺസെപ്റ്റ് ആണ്. നമ്മൾ പലപ്പോഴും നമുക്ക് ഓരോരുത്തർക്കും ഓരോ ബ്ലഡ് ഗ്രൂപ്പാണ്. എ ബ്ലഡ് ഗ്രൂപ്പ് ഉള്ളവരുണ്ട്, ബി ബ്ലഡ് ഗ്രൂപ്പ് ഉള്ളവരുണ്ട്, AB ബ്ലഡ് ഗ്രൂപ്പ് ഉള്ളവരുണ്ട്, O ഉള്ളവരുണ്ട്, അല്ലെ? അപ്പോൾ ഓരോ ബ്ലഡ് ഗ്രൂപ്പും എന്ന് പറയുന്നത്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് B ആണ് അല്ലെങ്കിൽ A ആണ് എങ്കിൽ, അതായത് എനിക്കുള്ള ആന്റിജൻ എന്ന് പറയുന്നത് A ആണ്. ഏത് ആന്റിജൻ ആണോ ഉള്ളത് ആ പേരിലാണ് ബ്ലഡ് ഗ്രൂപ്പ് അറിയപ്പെടുന്നത്. A ഉള്ളത് കൊണ്ട് എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് A ഗ്രൂപ്പ്. ഇനി എനിക്കുള്ള ആന്റിജൻ എന്ന് പറയുന്നത് B ആണ് എങ്കിൽ അതെന്ന് പറയുന്നത് എന്താണ്? B ഗ്രൂപ്പാണ്. ഇനി എനിക്ക് എൻ്റെ രക്തഗ്രൂപ്പിൽ എയും ബിയും ആന്റിജൻ ഉണ്ട് എങ്കിൽ അത് AB ഗ്രൂപ്പാണ്. ഇനി എനിക്ക് ആന്റിജനെ ഇല്ല എങ്കിൽ അത് ഏത് ഗ്രൂപ്പാണ്? O ഗ്രൂപ്പാണ്. O ഗ്രൂപ്പ്. അതേപോലെ O ബ്ലഡ് ഗ്രൂപ്പിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആന്റിജൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ആർക്ക് വേണമെങ്കിലും രക്തം കൊടുക്കാൻ സാധിക്കും, അല്ലെ? ആർക്ക് വേണമെങ്കിലും രക്തം കൊടുക്കാം. ABക്കോ Aക്കോ അല്ലെ Bക്കോ രക്തം കൊടുക്കാം. അതുകൊണ്ട് തന്നെ O അറിയപ്പെടുന്ന പേര് സാർവിക ദാതാവ് അല്ലെങ്കിൽ യൂണിവേഴ്സൽ ഡോണർ എന്നാണ് ഏത് ബ്ലഡ് ഗ്രൂപ്പ് അറിയപ്പെടുന്നത്? O ബ്ലഡ് ഗ്രൂപ്പ് അറിയപ്പെടുന്നത്. അതേപോലെ AB ബ്ലഡ് ഗ്രൂപ്പിന് Aയും ഉണ്ട് Bയും ഉണ്ട്. ആന്റിജൻ Aയും ഉണ്ട് Bയും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ AB ബ്ലഡ് ഗ്രൂപ്പുകാർക്ക് ആരിൽ നിന്ന് വേണമെങ്കിലും രക്തം സ്വീകരിക്കാനായിട്ട് സാധിക്കും, അല്ലെ? ആരിൽ നിന്ന് വേണമെങ്കിലും രക്തം സ്വീകരിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ AB ബ്ലഡ് ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് സാർവിക സ്വീകർത്താവ് അല്ലെങ്കിൽ യൂണിവേഴ്സൽ റെസിപ്പിയന്റ് എന്ന് വിളിക്കുന്നത്. സോ നമ്മുടെ ചോദ്യം ഇതാണ്, ആന്റിജൻ ഇല്ലാത്ത രക്തഗ്രൂപ്പ് ഏതാണ് എന്നുള്ളതാണ്. ആന്റിജൻ ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്? അത് O ഗ്രൂപ്പ് ആണ്. യൂണിവേഴ്സൽ ഡോണർ എന്നറിയപ്പെടുന്ന O ഗ്രൂപ്പ് ആണ്. ക്ലിയർ അല്ലേ? ചോദിച്ച ചോദ്യങ്ങൾ മാത്രമാണ് നമ്മൾ നമ്മുടെ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, മനുഷ്യനിൽ എത്ര തരം പല്ലുകളാണുള്ളത്? വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം, അല്ലെ? മനുഷ്യനിൽ എത്ര തരത്തിലുള്ള പല്ലുകളാണ് ഉള്ളത് എന്നുള്ളതാണ്. നോക്കിക്കൊള്ളുക, മനുഷ്യനിൽ പ്രധാനമായിട്ടും 4 തരത്തിലുള്ള പല്ലുകളാണുള്ളത്. ഏതൊക്കെയാണ് മനുഷ്യനുള്ള പ്രധാനപ്പെട്ട 4 തരത്തിലുള്ള പല്ലുകൾ എന്ന് പറയുന്നത്? ഉളിപ്പല്ലുണ്ട്, ഉളിപ്പല്ല്, അല്ലെ? ഉളിപ്പല്ല് അല്ലെങ്കിൽ നമ്മൾ ഇൻസിസേഴ്സ് എന്ന് പറയും, ഉളിപ്പല്ല്. അതേപോലെ തന്നെ കോമ്പല്ലുണ്ട്, കോമ്പല്ല്, അല്ലെ? കോമ്പല്ല്, ഉളിപ്പല്ല്, കോമ്പല്ല്. അതേപോലെ തന്നെ അഗ്രചർവണകം, അതേപോലെ തന്നെ ചർവണകം കണ്ടോ? മനുഷ്യ ശരീരത്തിലെ പ്രധാനമായിട്ടും 4 തരത്തിലുള്ള 4 ടൈപ്പ് പല്ലുകളാണുള്ളത്.
ഉളിപ്പല്ല്, കോമ്പല്ല്, അഗ്രചർവണകം, ചർവണകം. അല്ലെ, ഉളിപ്പല്ല് എന്ന് പറയുമ്പോൾ ഉളിയുടെ ആകൃതിയിലുള്ള പല്ലുകളാണ്, അതുകൊണ്ട് തന്നെയാണ് അതിന് ഉളിപ്പല്ല് എന്ന് വിളിക്കുന്നത്. ആ ഒരു കൊമ്പ് പോലെ ഇങ്ങനെ കൂർത്തിരിക്കുന്ന പല്ലുകളാണ് കോമ്പല്ല് എന്ന് പറയുന്നത്. അഗ്രചർവണകവും ചർവണകവും, ഈ അവയുടെ ഫങ്ഷൻസ് പഠിച്ചോണം. ഉളിപ്പല്ല് എന്ന് പറയുന്നത് ആഹാര വസ്തുക്കളെ കടിച്ച് എടുക്കാൻ സഹായിക്കുന്നു. നമ്മുടെ മുൻനിരയിലുള്ള പല്ലുകളാണ് ഉളിപ്പല്ല്. അപ്പൊ അതുകൊണ്ട് തന്നെ ആഹാര വസ്തുക്കളെ കടിച്ച് എടുക്കാൻ സഹായിക്കുന്നത് ഉളിപ്പല്ലാണ്. ഇനി കോമ്പല്ല് എന്ന് പറയുന്നത് ആഹാര വസ്തുക്കളെ കടിച്ച് കീറാൻ സഹായിക്കുന്നു. കീറാൻ അല്ലെ, ആഹാര വസ്തുക്കളെ കടിച്ച് കീറാൻ സഹായിക്കുന്നത് കോമ്പല്ലുകളാണ്. അതേപോലെ തന്നെ അഗ്രചർവണകവും ചർവണകവും എന്ന് പറയുന്നത് ആഹാര വസ്തുക്കളെ ചവച്ചരയ്ക്കാനായിട്ട് സഹായിക്കുന്നു. അപ്പൊ ഇത്രേ ഉള്ളൂ. മനുഷ്യനിൽ എത്ര തരം പല്ലുകളാണുള്ളത്? 4 ടൈപ്പ് പല്ലുകൾ. ഏതൊക്കെയാണ്? ഉളിപ്പല്ല്, കോമ്പല്ല്, അഗ്രചർവണകം, ചർവണകം. അതിൽ ഉളിപ്പല്ല് ആഹാര വസ്തുക്കൾ കടിച്ചെടുക്കാനും, കോമ്പല്ല് ആഹാര വസ്തുക്കൾ കടിച്ച് കീറാനും, അഗ്രചർവണകവും ചർവണകവും ആഹാര വസ്തുക്കളെ ചവച്ച് അരയ്ക്കാനും സഹായിക്കുന്നു. ക്ലിയർ ആണല്ലോ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം എന്താണ്? ശ്വാസകോശത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ആവരണം ഏതാണ്? അല്ല, ഇത്തരത്തില് ആവരണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പല ചോദ്യങ്ങളും ചോദിക്കാറുണ്ട്. അത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. നമ്മുടെ ഹൃദയത്തെ പൊതിഞ്ഞ്, അല്ലെ, ഹൃദയത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ആവരണം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പല എക്സാമുകളിലും ചോദിച്ചിട്ടുണ്ട്. അല്ലെ, ഹൃദയത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ആവരണമാണ് പെരികാർഡിയം. അല്ലെ, പെരികാർഡിയം. അതേപോലെ നമ്മുടെ ലങ്സ്, ശ്വാസകോശത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ആവരണം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് എന്തെന്ന് പറയുന്നത്? പ്ലൂറ. അല്ലെ, ലങ്സിനെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന പ്ലൂറയാണ്. അതേപോലെ നമ്മുടെ ബ്രെയിൻ, അല്ലെ, നമ്മുടെ ബ്രെയിൻ മസ്തിഷ്കത്തെയും അതേപോലെ സുഷുമ്ന സ്പൈനൽ കോഡിനെയും പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ആവരണമുണ്ട്. അതാണ് ഏതെന്ന് പറയുന്നത്? മെനിഞ്ചസ് എന്ന് പറയുന്നത്. അല്ലെ, അതേപോലെ നമ്മുടെ പ്ലാന്റ് സെല്ല് സസ്യകോശങ്ങളില് കാണപ്പെടുന്ന, അല്ലെങ്കിൽ സസ്യകോശങ്ങളിലും ജന്തുകോശങ്ങളിലും ഉണ്ട് ഫേനം അല്ലെങ്കിൽ വാക്യൂള് കാണപ്പെടുന്നുണ്ട്. അതും ചോദിച്ചിട്ടുണ്ട്. ആ ഫേനത്തെ പൊതിഞ്ഞ് കാണപ്പെടുന്ന സ്ഥലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതേതാണ്? അത് ടോണോപ്ലാസ്റ്റ് ആണ്. അതേപോലെ തന്നെ നമ്മുടെ ന്യൂറോണുകൾ, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ സെല്ലുകളായിട്ടുള്ള ന്യൂറോണുകളിലെ ആക്സോണിനെ പൊതിഞ്ഞ് കാണപ്പെടുന്ന ഒരു ഭാഗമുണ്ട്. അതും കൂടെ പഠിച്ചു വെച്ചോളുക. അത് മയലിൻ ഉറ അല്ലെങ്കിൽ മയലിൻ ഷീറ്റാണ്. ഇത്രയും കാര്യം അതുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചോളൂ. എന്തൊക്കെയാ പറഞ്ഞത്? ഹൃദയത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നത് പെരികാർഡിയമാണ്. അതേപോലെ തന്നെ ലങ്സിനെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നത് പ്ലൂറയാണ്. ബ്രെയിനിനെയും സ്പൈനൽ കോഡിനെയും പൊതിഞ്ഞ് സംരക്ഷിക്കുന്നത് മെനിഞ്ചസ് ആണ്. അതേപോലെ തന്നെ ഫേനം അല്ലെങ്കിൽ വാക്യൂളിനെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന സ്ഥലമാണ് ടോണോപ്ലാസ്റ്റ്. അതേപോലെ തന്നെ നമ്മുടെ ഏറ്റവും നീളം കൂടിയ കോശമായിട്ടുള്ള ന്യൂറോണുകൾ അല്ലെങ്കിൽ നാഡീകോശങ്ങളിലെ ആക്സോണിനെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നത് അത് മയലിൻ ഉറയാണ്. അവിടെ മയലിൻ ഉറയുണ്ട്, ഷ്വാൻ സെല്ലുകളും ഉണ്ട്. നിങ്ങൾ എന്ത് പഠിച്ചാൽ മതി? പ്രധാനമായിട്ടും മയലിൻ ഉറകൾ അല്ലെങ്കിൽ മയലിൻ ഷീറ്റ് എന്ന് പഠിച്ചാൽ മതി. ക്ലിയർ അല്ലേ? സോ നമ്മുടെ ചോദ്യത്തിന്റെ ആൻസർ ആയി. ശ്വാസകോശത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ആവരണം ഏതാണ്? പെരികാർഡിയം ആണോ? അല്ല, പെരികാർഡിയം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നതാണ്. മെനിഞ്ചസ് ആണോ? അത് ബ്രെയിനും സ്പൈനൽ കോഡും ആണ്. ഡയഫ്രം അല്ല. ഡയഫ്രം എന്താണ്? നമ്മുടെ ഉദരാശയത്തെയും ഔരസാശയത്തെയും തമ്മിൽ വേർതിരിക്കുന്ന, നമ്മുടെ ലെങ്സിന് താഴെയായിട്ട് കാണപ്പെടുന്ന ഒരു മസ്കുലാർ വാളാണ് ഡയഫ്രം എന്ന് പറയുന്നത്. അപ്പൊ അതുമല്ല. ആൻസർ ഏതാണ്? പ്ലൂറയാണ്. അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. അടുത്ത ചോദ്യം, ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? അപ്പൊ ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് സഹാറ മരുഭൂമിയാണോ? അല്ല, സഹാറ മരുഭൂമിയല്ല. അതേപോലെ തന്നെ ആമസോൺ മഴക്കാടുകളാണോ? അതെ. ധ്രുവപ്രദേശമല്ല. ഏതല്ല? കൊളിഫറസ് വനങ്ങളും അല്ല. ഏതാണ്? ഈ സഹാറ മരുഭൂമി അല്ലെങ്കിൽ നമ്മുടെ ഈ ഭൂമിയുടെ ശ്വാസകോശം എന്ന് വിളിക്കുന്നത് നമ്മുടെ ആമസോൺ മഴക്കാടുകളാണ്. ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതേപോലെ ഈ ഇടയ്ക്ക് വന്നൊരു ചോദ്യമാണ്, സമുദ്രത്തിലെ മഴക്കാടുകൾ എന്നറിയപ്പെടുന്നത് അത് ഈ പവിഴപ്പുറ്റുകളാണ്. അത് ഈ ഒരു ഇടയ്ക്ക് വന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് കേട്ടോ. ശരി, അടുത്ത് നോക്കിക്കൊള്ളുക.
ശരീരത്തിലെ ഇരുമ്പിന്റെ ആഗീരണത്തെ ഉത്തേജിപ്പിക്കുന്ന വിറ്റാമിൻ ഏതാണ്? ഏതാണ് നമ്മുടെ ശരീരത്തിലെ ഇരുമ്പ് അയണിന്റെ ഈ പറയുന്ന അബ്സോർപ്ഷന് സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ആൻസർ ഏതാണ്? വിറ്റാമിൻ സി ആണ്. ആസ്കോർബിക് ആസിഡ് എന്നറിയപ്പെടുന്ന വിറ്റാമിൻ സി ആണ് എന്ത്? ഇരുമ്പിന്റെ ആഗീരണത്തെ ഉത്തേജിപ്പിക്കുന്ന വിറ്റാമിൻ. ചോദിച്ചിട്ടുണ്ട്, പല എക്സാമുകൾക്കും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെച്ചോളുക. ഓക്കെ അല്ലെ? വിറ്റാമിനുകളിൽ നിന്ന് അടുത്തൊരു ചോദ്യം നമുക്ക് നോക്കാം. മനുഷ്യൻ രൂപം കൊള്ളുന്ന സ്ഥിരദന്തങ്ങളുടെ എണ്ണം അല്ലെ? പല്ലുകൾ, സ്ഥിരദന്തങ്ങൾ അല്ലെ? പാൽപ്പല്ലുകൾക്ക് ശേഷമാണ് സ്ഥിരദന്തങ്ങൾ വരുന്നത്. അവയുടെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു 4 ടൈപ്പ് പല്ലുകള്: ഉളിപ്പല്ല്, കോമ്പല്ല്, അഗ്രചർവണകം, ചർവണകം. അത് നമുക്കൊരു ദന്തൽ ഫോർമുല വെച്ച് പറയാം. അതായത് ഇതിപ്പോ നമ്മുടെ പല്ലാണ് എങ്കിൽ ഇതിലെ ഈ ഒരു സൈഡിലെ മാത്രം പല്ലുകളുടെ എണ്ണം, ഈ ഒരു സൈഡിലെ മാത്രം പല്ലുകളുടെ എണ്ണം എന്ന് പറയുന്നത് അതിന്റെ ഫോർമുല എന്ന് പറയുന്നത് എങ്ങനെയാണ്? 2 1 2 3 ആണ്. 2 1 2 3 ഈ ഒരു സൈഡിൽ മാത്രം, ഈ ഒരു സൈഡിൽ മാത്രമാണ് 2 1 2 3. അതായത് 2 എന്ന് പറയുന്നത് ഉളിപ്പല്ല് അല്ലെങ്കിൽ ഇൻസിസേഴ്സ് ആണ്. ഒരെണ്ണം എന്ന് പറഞ്ഞാൽ കോമ്പല്ലാണ് അല്ലെ? കോമ്പല്ല് അല്ലെ? 2 എന്ന് പറയുന്നത് അഗ്രചർവണകമാണ്, അഗ്രചർവണകം. 3 എന്ന് പറയുന്നത് ചർവണകമാണ്, ചർവണകമാണ്. ഓക്കെ അല്ലെ? ഇതാണ് അതിന്റെ ഫോർമുല. അങ്ങനെ ടോട്ടല് ഈ ഒരു സൈഡിലെ മാത്രമാണ് ഞാൻ അവിടെ കൊടുത്തിരിക്കുന്നത്. ടോട്ടല് കാണാനായിട്ട് ഇതിനെല്ലാത്തിനെയും എത്ര കൊണ്ട് ഗുണിക്കുക? 4 കൊണ്ട് ഗുണിക്കുക അല്ലെ? അപ്പൊ സ്വാഭാവികമായിട്ടും എത്ര ഉളിപ്പല്ലുണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 × 4 എന്ന് പറയുന്നത് 8 ഉളിപ്പല്ലുണ്ട്. എടുത്ത് ചോദിക്കാറുണ്ട്. ഉളിപ്പല്ലുകളുടെ എണ്ണം 8 ആണ്. അപ്പൊ അതേപോലെ തന്നെ എത്ര കോമ്പല്ലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 × 4 എന്ന് പറയുന്നത് 4 കോമ്പല്ലുണ്ട്. ഇനി എത്ര അഗ്രചർവണകം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 × 4 എന്ന് പറയുന്നത് 8 അഗ്രചർവണകമാണ്. അതേപോലെ തന്നെ എത്ര ചർവണകം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 × 4 എന്ന് പറയുന്നത് 3 12 ചർവണകമാണ്. അങ്ങനെ ടോട്ടല് സ്ഥിരദന്തങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 8 4 12, 12 8 20, 10 30 32 സ്ഥിരദന്തങ്ങള്, 32 സ്ഥിരദന്തങ്ങൾ നമുക്കുണ്ട്. അതിന്റെ ഇത് പഠിച്ചോണം. അതിന് ഉളിപ്പല്ലുകളുടെ എണ്ണം 8 ആണ്, കോമ്പല്ലുകളുടെ എണ്ണം 4 ആണ്, അഗ്രചർവണകത്തിന്റെ എണ്ണം 8 ആണ്, ചർവണകത്തിന്റെ എണ്ണം 12 ആണ്. പഠിച്ചു വെക്കണമെന്നില്ല. നിങ്ങൾ ഈ 2 1 2 3 എന്ന് പറയുന്ന ഫോർമുല ഓർത്തിരുന്നാൽ മതി. അതിൽ നിന്ന് എല്ലാത്തിനും 4 കൊണ്ട് ഗുണിച്ച് എത്രത്തോളം പല്ലുകൾ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. അടുത്ത ചോദ്യം ഇതാണ്. എന്താണ്? ലോക ഹീമോഫീലിയ ദിനം. നമുക്ക് ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട ദിവസങ്ങൾ പലപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പൊ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഡേയ്സ് പഠിച്ചു വെക്കുക എന്നുള്ളതാണ് നമുക്ക് അവിടെ ചെയ്യാനായിട്ടുള്ളത്. ഇവിടെ ചോദിച്ച ലോക ഹീമോഫീലിയ ദിനമാണ്. പഠിച്ചു വെച്ചോളുക. അത് ഏപ്രിൽ 17 ആണ്. ഏപ്രിൽ 17 ആണ് നമ്മൾ എന്തായിട്ട് കണക്കാക്കുന്നത്? ലോക ഹീമോഫീലിയ ദിനമായിട്ട് കണക്കാക്കുന്നത്. ഹീമോഫീലിയ ദിനമായിട്ട് കണക്കാക്കുന്നത് അല്ലെ? ഏപ്രിൽ 17 ആണ്. അപ്പൊ എന്താണ് ഈ ഹീമോഫീലിയ? ഹീമോഫീലിയ എന്ന് പറയുന്ന ഒരു ജനിതക രോഗമാണ്. ജീനുകളുടെ വൈകല്യം മൂലം ഉണ്ടാകുന്ന രോഗം. നമ്മളുടെയൊക്കെ കൈ മുറിഞ്ഞു കഴിഞ്ഞാൽ 8 മുതൽ 15 മിനിറ്റിനുള്ളിൽ വരെ രക്തം കട്ട പിടിക്കും. പക്ഷേ ഹീമോഫീലിയ എന്ന് പറയുന്ന ജനിതക രോഗമുള്ളവർക്ക് രക്തം കട്ട പിടിക്കാൻ എന്ത് ചെയ്യുന്നു? വൈകുന്നില്ല. രക്തം കട്ട പിടിക്കാത്ത അവസ്ഥ ഉണ്ടാകുന്നു. ജീനുകളുടെ തകരാറ് മൂലം രക്തം കട്ട പിടിക്കാത്ത അവസ്ഥ ഉണ്ടാകുന്നു. ആ രോഗമാണ് ഹീമോഫീലിയ എന്ന് പറയുന്നത്. ഇതിന്റെ രാജകീയ രോഗമെന്നും ക്രിസ്മസ് ഡിസീസ് അല്ലെങ്കിൽ ക്രിസ്മസ് രോഗം എന്നൊക്കെ എന്തറിയപ്പെടുന്നുണ്ട്? ഹീമോഫീലിയ അറിയപ്പെടുന്നുണ്ട്. അതൊരു ജനിതക രോഗമാണ് എന്ന് കൂടി മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? വന്ന ചോദ്യമാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. സെറിബ്രത്തിന് പിന്നിലായി താഴെ 2 ദളങ്ങളായിട്ട് കാണപ്പെടുന്ന മസ്തിഷ്കത്തിന്റെ അല്ലെങ്കിൽ ബ്രെയിനിന്റെ ഭാഗം ഏതാണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പൊ എന്താണ്? എവിടെയാ? സെറിബ്രത്തിന് പിന്നിലായിട്ടാണ് കാണപ്പെടുന്നത്. സെറിബ്രത്തിന് പിന്നിലായിട്ട്. അപ്പൊ അത് ക്ലിയർ ആയിട്ട് പഠിച്ചോണം. അപ്പൊ ആ ഒരു ഓർഡർ നമ്മളൊന്ന് പഠിച്ചോണം. ആ പറയുന്ന ബ്രെയിനില് ഇങ്ങനെ പഠിച്ചാൽ മതി. ആദ്യം സെറിബ്രം, ആദ്യം സെറിബ്രം. ആ സെറിബ്രത്തിന് താഴെ സെറിബ്രത്തിന് താഴെയായിട്ട് കാണപ്പെടുന്നത് തലാമസ്. താഴെ തലാമസ് എന്ന് ഓർത്താൽ മതി. സെറിബ്രത്തിന് താഴെ തലാമസ്. ഇനി തലാമസിന് താഴെ തലാമസിന് താഴെയാണ് ഹൈപ്പോ തലാമസ്. അപ്പൊ അത് കിട്ടിയല്ലോ. സെറിബ്രത്തിന് താഴെ തലാമസ്, തലാമസിന് താഴെ ഹൈപ്പോ തലാമസ്. ഇനി നെക്സ്റ്റ് ഈ പറയുന്ന സെറിബ്രത്തിന് പിന്നിലായിട്ട് കാണപ്പെടുന്ന ഭാഗമുണ്ട്. സെറിബ്രത്തിന് പിന്നിലായിട്ട് കാണപ്പെടുന്ന ഭാഗമുണ്ട്. അതാണ് എന്തെന്ന് പറയുന്നത്? സെറിബെല്ലം എന്ന് പറയുന്നത്.
അല്ലെ, സെറിബെല്ലം എന്ന് പറയുന്നത് അല്ലെ, സെറിബെല്ലം എന്താണ് ഏറ്റവും വലിയ രണ്ടാമത്തെ ഭാഗം അല്ലെങ്കിൽ ശരീരത്തിന്റെ എന്തിനെ സഹായിക്കുന്ന തുലന നില പാലിക്കാൻ സഹായിക്കുന്ന ഭാഗമായിട്ടുള്ള സെറിബെല്ലമാണ് എന്തെന്ന് പറയുന്നത്. സെറിബ്രത്തിന് പിന്നിലായിട്ട് താഴെ രണ്ട് ദളങ്ങളായിട്ട് കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സെറിബെല്ലമാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? ശരി, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ചോദ്യം ഇതാണ്, കാൽമുട്ടിലെ അസ്ഥിയുടെ പേര്. സോ നമുക്ക് അസ്ഥികൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. ആകെ അസ്ഥികളുടെ എണ്ണം 206 അതിൽ അക്ഷാസ്ഥികൂടത്തിലെ അസ്ഥികളുടെ എണ്ണം എന്ന് പറയുന്നത് 80 അനുബന്ധ അസ്ഥികൂടത്തിലെ 126 എന്നുള്ള കാര്യം നമുക്കറിയാം അല്ലെ. ഇവിടെ ചോദിച്ചിരിക്കുന്ന കാൽമുട്ടിലെ അസ്ഥിയുടെ പേരാണ്. നമ്മുടെ കാൽമുട്ടിലെ ആ അസ്ഥിയുടെ പേര് നമ്മൾ വിളിക്കുന്ന പേരാണ് പാറ്റ്ല എന്ന് പറയുന്നത്. എന്താ പറയുന്നത്? പാറ്റ്ല. കാൽമുട്ടിലെ നമ്മുടെ അസ്ഥികളുടെ പേരാണ് എന്തെന്ന് പറയുന്നത്? പാറ്റ്ല എന്ന് പറയുന്നത്. അസ്ഥി വ്യവസ്ഥ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അസ്ഥികളുടെ എണ്ണം പഠിച്ചോളുക. അക്ഷാസ്ഥികൂടവും അനുബന്ധ അസ്ഥികൂടവും അതേപോലെ നമ്മുടെ സ്കള്ള്, കൈ, കാല് അതിലുള്ള അസ്ഥികളുടെ എണ്ണം ഒക്കെ എന്ത് ചെയ്യണം? വളരെ ക്ലിയർ ആയിട്ട് പഠിച്ചോണം. ഇപ്പൊ ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് കാൽമുട്ടിലെ അസ്ഥികളുടെ പേരാണ്. കാൽമുട്ടിന്റെ അസ്ഥികളുടെ പേരെന്ന് പറയുന്നത് എത്രയാണ്? എന്താണ്? അത് പാറ്റ്ലയാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? ശരി, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് എന്താണ്? ധാരാളമായിട്ടുള്ള ബീറ്റ കരോട്ടിനെ എവിടെ വെച്ചാണ് വിറ്റാമിൻ എ ആക്കി മാറ്റുന്നത്? അപ്പൊ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് ബീറ്റ കരോട്ടിനെ വിറ്റാമിൻ എ ആക്കി മാറ്റുന്നു. ഏത് ശരീരഭാഗമാണ്? നമ്മുടെ കരളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ബീറ്റ കരോട്ടിനെ വിറ്റാമിൻ എ ആക്കി മാറ്റുന്നത് എവിടെ വെച്ചാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കരളിൽ വെച്ചാണ്. കരളുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പോയിന്റ് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു അല്ലെ. അതേപോലെ തന്നെ ബീറ്റ കരോട്ടിനെ വിറ്റാമിൻ എ ആക്കി മാറ്റുന്നു. അതേപോലെ തന്നെ മലേറിയ പരത്തുന്ന രോഗകാരികള് ആദ്യം എത്തി പെരുകുന്നത് എവിടെയാ വെച്ചാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കരളിൽ വെച്ചാണ് അല്ലെ. യൂറിയ നിർമ്മാണം നടക്കുന്ന കരളിൽ വെച്ചാണ് അല്ലെ. ഏറ്റവും വലിയ ആന്തരിക അവയവം കരളാണ് അല്ലെ. ബൈലി അല്ലെങ്കിൽ പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്ന കരളാണ്. അങ്ങനെ ഒരുപാട് ഏറ്റവും കൂടുതൽ താപം ഉൽപ്പാദിപ്പിക്കുന്ന കരളാണ്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള അവയവമാണ് എന്തെന്ന് പറയുന്നത്? കരൾ എന്ന് പറയുന്നത് മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, കേരളത്തിലെ അംഗപരിമിത സൗഹാർദ്ദ സംസ്ഥാനമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച പദ്ധതി ഏതാണ്? പദ്ധതികൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ പ്രീവിയസിൽ ചോദിച്ച ഒരുപാട് പദ്ധതികൾ നമ്മൾ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമുക്കത് നോക്കാം അല്ലെ. കേരളത്തിലെ അംഗപരിമിത സൗഹാർദ്ദ സംസ്ഥാനമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച പദ്ധതി ഏതാണ്? പഠിച്ചു വെച്ചോളുക. ഏതാണ്? അനുയാത്ര. ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കുക. യാത്ര ചെയ്യുക. നിങ്ങൾ എന്തുമായിട്ട് കണക്ട് ചെയ്യണം? അംഗപരിമിത സംസ്ഥാനമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച പദ്ധതി. അല്ല, അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കുക അല്ലെ. എന്താണ്? അംഗപരിമിത സൗഹാർദ്ദ സംസ്ഥാനമാക്കി മാറ്റുക. അപ്പൊ അംഗപരിമിതമാവെന്ന് പറയുമ്പോൾ നമ്മൾ അത് യാത്രയുമായിട്ട് കണക്ട് ചെയ്യുക. എന്താണ്? അനുയാത്ര. ഓക്കെ അല്ലെ? കണക്ട് ചെയ്ത് വെക്കുന്നതിന് പ്രശ്നമില്ലല്ലോ. അനുയാത്ര. ഓക്കെ അല്ലെ? ശരി, അടുത്തത്, ഹരിതഗൃഹവാതകങ്ങൾക്ക് ഉദാഹരണമല്ലാത്തത് ഏതാണ്? അല്ലെ, ഹരിതഗൃഹവാതകം അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് ഗ്യാസസിന് ഉദാഹരണമല്ലാത്തത് ഏതാണ്? അപ്പൊ ഏതാണ് പ്രധാനപ്പെട്ട ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ എന്ന് മനസ്സിലാക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ്. നൈട്രസ് ഡയോക്സൈഡ് ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ്. മീഥെയ്ൻ എന്ന് പറയുന്നത് ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ്. വാട്ടർ വേപ്പർ ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ. കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രസ് ഡയോക്സൈഡ്, മീഥെയ്ൻ, വാട്ടർ തുടങ്ങിയവയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ. നമ്മുടെ അറ്റ്മോസ്ഫിയറിലെ ചൂട് കൂടാൻ കാരണമായിട്ടുള്ള വാതകങ്ങളെയാണ് നമ്മൾ ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ എന്ന് പറയുന്നത്. അതായത് നമുക്കറിയാം നമ്മുടെ സൂര്യപ്രകാശം നമ്മുടെ ഭൂമിയിലേക്ക് എത്തുന്നുണ്ട്. സാധാരണഗതിയിൽ അത് നമ്മുടെ ഭൂമിയിൽ തട്ടിയിട്ട് തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. എന്നാൽ ചില ഗ്യാസുകൾ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഉണ്ടെങ്കിൽ ആ ഗ്യാസുകളുടെ കാര്യമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഏതാണ്? നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രസ് ഡയോക്സൈഡ്, മീഥെയ്ൻ, അതേപോലെ വാട്ടർ വേപ്പർ തുടങ്ങിയ ഗ്യാസുകൾ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഉണ്ട് എങ്കിൽ ഇങ്ങനെ വരുന്ന സൂര്യപ്രകാശത്തെ നമ്മുടെ ഭൂമിയിൽ തന്നെ തടഞ്ഞു നിർത്തുന്നു. തൽഫലമായിട്ട് നമ്മുടെ അറ്റ്മോസ്ഫിയറിന്റെ ചൂട് കൂടുന്നു. ആ ഒരു എഫക്റ്റിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്രീൻ ഹൗസ് എഫക്റ്റ്, അല്ല എങ്കിൽ ഹരിതഗൃഹ പ്രഭാവം എന്ന് പറയുന്നത്.
ഈ ഗ്രീൻ ഹൗസ് എഫക്റ്റ് അല്ലെങ്കിൽ ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമാകുന്ന ഈ വാതകങ്ങൾ ഏതൊക്കെയാണ്? കാർബൺ ഡയോക്സൈഡ്, നൈട്രസ് ഡയോക്സൈഡ്, മീഥെയിൻ, വാട്ടർ വേപ്പർ. ഈ വാതകങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ എന്ന് വിളിക്കുന്നത്. ചോദ്യം ഇതാണ്, ഹരിതഗൃഹ വാതകങ്ങൾക്ക് ഉദാഹരണം അല്ലാത്തത്, ഗ്രീൻ ഹൗസ് ഗ്യാസിന് ഉദാഹരണം അല്ലാത്തത് ഏതാണ് എന്നുള്ളതാണ്. കാർബൺ ഡയോക്സൈഡ് എക്സാമ്പിൾ ആണ്, മീഥെയിൻ എക്സാമ്പിൾ ആണ്, അല്ലെ? ഓസോൺ ഒരു എക്സാമ്പിൾ ആണ്. പക്ഷെ നൈട്രജൻ എന്ന് പറയുന്നത്, ഓസോൺ ഒരു പരിധി ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ്, പക്ഷെ നൈട്രജൻ എന്ന് പറയുന്നത് ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് അല്ല. നൈട്രജൻ എന്ന് പറയുന്നത് ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് അല്ല, നൈട്രസ് ഡയോക്സൈഡ് ആണ് ഗ്രീൻ ഹൗസ് ഗ്യാസ്. അപ്പൊ അത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക്. പ്രായപൂർത്തിയായ മനുഷ്യൻ ഒരു മിനിറ്റില് ശരാശരി ശ്വസിക്കുന്നത് എത്ര പ്രാവശ്യം ശ്വസിക്കും എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അല്ല, നമ്മൾ വേണമെങ്കിൽ ആൻസർ എങ്ങോട്ടേക്ക് വരാം? 70 മുതൽ 72 വരാം. പക്ഷെ തെറ്റാണ്. ഒരു കാര്യം ഓർക്കുക, ആ ഒരു ശരാശരി മനുഷ്യനെ സംബന്ധിച്ച് ഹൃദയമിടിപ്പ്, ഒരു മിനിറ്റിൽ ഉണ്ടാകുന്ന ഹൃദയമിടിപ്പാണ് 70 മുതൽ 72 എന്ന് പറയുന്നത്. എത്ര പ്രാവശ്യം ശ്വസിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 12 മുതൽ 18 വരെയാണ്. ഓക്കെ അല്ലേ? മാറിപ്പോകരുത്, തെറ്റരുത്. അടുത്ത ചോദ്യം ഇതാണ്, ശ്വേത രക്താണുക്കൾ രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്ന പേര്. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ് ശ്വേത രക്താണുക്കൾ എന്ന് നമ്മൾ മനസ്സിലാക്കുക, അല്ലെ? പ്രധാനമായിട്ടും 5 തരത്തിലുള്ള WBCs ആണ് നമുക്കുള്ളത്. ഏതൊക്കെയാണ്? ന്യൂട്രോഫില്ല്, ബേസോഫില്ല്, ഇസ്നോഫില്ല്, മോണോസൈറ്റ്, ലിംഫോസൈറ്റ്. ഏതൊക്കെ 5 ടൈപ്പിലുള്ള ശ്വേത രക്താണുക്കള്? ന്യൂട്രോഫിൽ, ബേസോഫിൽ, ഇസ്നോഫില്, മോണോസൈറ്റ്, ലിംഫോസൈറ്റ്. ആ ഓർഡറിൽ പഠിച്ചോണം. ഇതിൽ ശ്വേത രക്താണുക്കൾ അല്ലാത്തത് ഏത്, ശ്വേത രക്താണുക്കളിൽ ഉൾപ്പെടാത്തത് ഏത് എന്നൊക്കെ പറഞ്ഞ ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ന്യൂട്രോഫില്, ബേസോഫില്, ഇസ്നോഫില്, മോണോസൈറ്റ്, ലിംഫോസൈറ്റ് എന്നിവയാണ് പ്രധാനപ്പെട്ട ശ്വേത രക്താണുക്കള്. അതില് ഈ പറയുന്ന ന്യൂട്രോഫിലും മോണോസൈറ്റും രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കും. എങ്ങനെ നശിപ്പിക്കും? വിഴുങ്ങി നശിപ്പിക്കും. ആ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഫാഗോസൈറ്റോസിസ് എന്ന് വിളിക്കുന്നത്. എന്താണ്? ഫാഗോസൈറ്റോസിസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ എന്താ കറക്റ്റ് എന്ന് പറയുന്നത്? ആ ന്യൂട്രോഫിലും മോണോസൈറ്റും രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനത്തെ വിളിക്കുന്ന പേര് ഫാഗോസൈറ്റോസിസ്. അപ്പൊ ഫാഗോസൈറ്റോസിസ് സാധ്യമാക്കുന്ന WBCs ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നും എമ്മും ആണ്, അല്ലെങ്കിൽ എമ്മും എന്നും ആണ്. മോണോസൈറ്റും ന്യൂട്രോഫിലുമാണ്. അപ്പൊ അതും ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ന്യൂട്രോഫിലിനെയും മോണോസൈറ്റിനെയും നമ്മൾ ഫാഗോസൈറ്റുകൾ എന്ന് കൂടി വിളിക്കാറുണ്ട്. ഏത് പേരിലാണ് വിളിക്കാറുള്ളത്? ഫാഗോസൈറ്റുകൾ. സോ ഫാഗോസൈറ്റുകൾ എന്നറിയപ്പെടുന്ന ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ന്യൂട്രോഫിലും മോണോസൈറ്റും ആണ്. കാരണം അവർ രണ്ടുപേരും രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. മനുഷ്യ ശരീരത്തിലുള്ള നാഡികൾ, അല്ലെ? മനുഷ്യ ശരീരത്തിലുള്ള നാഡികളുടെ എണ്ണമാണ്, പഠിച്ചു വെച്ചോളുക, 43 ജോഡിയാണ് മനുഷ്യ ശരീരത്തിലുള്ള നാഡികളുടെ എണ്ണമെന്ന് മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? ഇനി അടുത്തത്, മൂത്രത്തിൽ മഞ്ഞ നിറത്തിന് കാരണം എന്താണ്? നമ്മുടെ മൂത്രത്തിലെ മഞ്ഞ നിറം യൂറിക് ആസിഡ് ആണോ? അല്ല. യൂറിയ ആണോ? അല്ല. മെലാനിൻ എന്ന് പറയുന്നത് നമ്മുടെ ത്വക്കിന് നിറം നൽകുന്ന വർണ്ണകമാണ്. അപ്പം അതുമല്ല. യൂറോക്രോം, മൂത്രത്തിന്റെ മഞ്ഞ നിറത്തിന് കാരണം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് യൂറോക്രോം ആണെന്ന് മനസ്സിലാക്കുക. യൂറോക്രോം ആണെന്ന് മനസ്സിലാക്കുക. അടുത്ത ചോദ്യം, പേശിക്ഷയത്തിന് കാരണം, പേശിക്ഷയം ചെറിയൊരു ടൈപ്പ് മിസ്റ്റേക്ക് ഉണ്ട്. പേശിക്ഷയത്തിന് കാരണമാകുന്നത് എന്തടിഞ്ഞുകൂടുന്നത് കൊണ്ടാണ്? പേശിക്ഷയം അല്ലെങ്കിൽ മസിൽ ഫാറ്റേജ്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ജോലി ചെയ്യുമ്പോൾ അവിടെ അവായു ശ്വസനം അല്ലെങ്കിൽ അനൈറോബിക് റെസ്പിറേഷൻ നടക്കുകയും നമ്മുടെ ശരീരത്തിലെ അതിന്റെ ഫലമായിട്ട് ലാക്റ്റിക് ആസിഡ് അടിഞ്ഞുകൂടുകയും ചെയ്യുന്നു, അല്ലെ? തന്മൂലം നമ്മുടെ ഈ മസിൽസ് വീക്ക് ആകുന്ന അവസ്ഥയാണ് നമ്മൾ പേശിക്ഷയം അല്ലെങ്കിൽ മസിൽ ഫാറ്റേജ് എന്ന് പറയുന്നത്. ഈ പറയുന്ന പേശിക്ഷയത്തിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലാക്റ്റിക് ആസിഡ് ആണെന്ന് മനസ്സിലാക്കുക. എന്താണ്? ലാക്റ്റിക് ആസിഡ് ആണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, അയഡിൻ അടങ്ങി അല്ലെങ്കിൽ അയഡിൻ പ്രധാനമായിട്ടും ആവശ്യമായിട്ടുള്ള ഹോർമോൺ ഏതാണ്? നമുക്കറിയാം, നമ്മുടെ തൈറോയ്ഡ് ഗ്ലാൻഡ് തൈറോക്സിൻ എന്ന് പറയുന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, അല്ലെ? തൈറോയ്ഡ് ഗ്ലാൻഡ് തൈറോക്സിൻ എന്ന് പറയുന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഈ തൈറോയ്ഡ് ഗ്ലാൻഡ്
തൈറോക്സിൻ എന്ന് പറയുന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ അവിടെ ആരാവശ്യമാണ്? അയഡിൻ എന്ന് പറയുന്ന ഒരു എലമെന്റ് ആവശ്യമാണ്. അയഡിൻ കുറയുന്നത് മൂലം നമ്മുടെ തൈറോയ്ഡ് ഗ്ലാൻഡ് എൻലാർജ് ചെയ്യുന്നു, അല്ലെങ്കിൽ വലുതാകുന്ന അവസ്ഥയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗോയിറ്റർ എന്ന് പറയുന്നത്. എന്തെന്ന് പറയുന്നത്? ഗോയിറ്റർ എന്ന് പറയുന്നത്. തൈറോയ്ഡ് ഗ്ലാൻഡ് തൈറോക്സിൻ ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ അവിടെ അയഡിൻ ആവശ്യമാണ്. അയഡിന്റെ കുറവ് മൂലം തൈറോയ്ഡ് ഗ്ലാൻഡ് എൻലാർജ് ചെയ്യുന്നു, അല്ലെങ്കിൽ വലുതാകുന്ന രോഗാവസ്ഥയെ നമ്മൾ ഗോയിറ്റർ എന്ന് പറയുന്നു, അല്ലെ? ഈ അയഡിൻ എന്ന് പറയുന്ന ഏത് ഹോർമോണുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഡൗട്ടും വേണ്ട, അത് തൈറോക്സിനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഈ തൈമോക്സിൻ എന്ന് പറയുന്നത് തൈമസ് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ ആണ്. അത് യുവത്വ ഹോർമോൺ അല്ലെങ്കിൽ യൂത്ത് ഹോർമോൺ എന്നറിയപ്പെടും. മെലാറ്റോണിൻ പീനിയൽ ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് ജൈവ ഘടികാരം അല്ലെങ്കിൽ ബയോളജിക്കൽ ക്ലോക്ക് എന്നറിയപ്പെടുന്നത് മെലാറ്റോണിൻ ആണ്. ഇൻസുലിൻ എന്ന് പറയുന്നത് പാൻക്രിയാസ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ ആണ്. അത് ഗ്ലൂക്കോസിന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ, ഗ്ലൂക്കോസിന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ കുറയ്ക്കാൻ സഹായിക്കുന്ന ഹോർമോൺ, കുറയ്ക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ആണ് ഇൻസുലിൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? തൈറോക്സിൻ എന്ന് പറയുന്നത് നമ്മുടെ ഉപാപചയ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഹോർമോൺ ആണ്. അയഡിൻ കുറഞ്ഞു കഴിഞ്ഞാൽ തൈറോയ്ഡ് അല്ലെങ്കിൽ അയഡിൻ എന്ന് പറയുന്നത് തൈറോക്സിനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. തൈമോസിൻ പറഞ്ഞു യുവത്വ ഹോർമോൺ ആണ്. മെലാറ്റോണിൻ ബയോളജിക്കൽ ക്ലോക്ക് ആണ്. ഇൻസുലിൻ എന്ന് പറയുന്നത് ഗ്ലൂക്കോസിന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ കുറയ്ക്കാൻ സഹായിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം, വിറ്റാമിനുകളുടെ ലയത്വം അനുസരിച്ച് അവയെ എത്രയായിട്ട് തരംതിരിക്കുന്നു? അല്ലെ, പ്രധാനമായിട്ടും 2 ടൈപ്പിലുള്ള വിറ്റാമിനുകളാണ്. ഒന്ന് എന്ന് പറയുന്നത് ഏതാണ്? കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിൻ, കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനും. 2 എന്ന് പറയുന്നത് ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ. അല്ലെ, കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ഇങ്ങനെ പഠിച്ചാൽ മതി. കൊഴുപ്പ് കേടാണ് എന്ന് പഠിച്ചാൽ മതി. കൊഴുപ്പ് കേടാ, അതായത് KEDA, കൊഴുപ്പ് കേടാ, KEDA ആണ് കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ. ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ നമ്മൾ എന്തെങ്കിലും കാര്യത്തിൽ ബിസി ആകുമ്പോൾ നമുക്ക് ദാഹം വരും. സോ ബിയും സിയുമാണ് ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ എന്ന് കൂടി മനസ്സിലാക്കുക. ബിയും സിയും ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകളാണ്. ഇനി അടുത്തൊരു കൺസെപ്റ്റ്. അപ്പൊ ലയത്വം അനുസരിച്ച് എത്രയാണ് തരംതിരിക്കുന്നുണ്ട്? 2 ആയിട്ട്. ഏതൊക്കെയാണ്? കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകളെന്നും അതേപോലെ തന്നെ ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകളെന്നും തരംതിരിക്കുന്നുണ്ട്. അടുത്ത ചോദ്യം, അനാഥരോ മാതാപിതാക്കളുടെ അനാരോഗ്യത്താൽ സംരക്ഷിക്കാൻ ആളില്ലാതിരിക്കുകയോ ചെയ്യുന്ന കുട്ടികൾക്ക് പ്രതിമാസ ധനസഹായം നൽകുന്ന പദ്ധതി ഏത്? എന്താ? അനാഥരോ അല്ലെങ്കിൽ മാതാപിതാക്കളുടെ അനാരോഗ്യത്താൽ സംരക്ഷിക്കാൻ ആളില്ലാതാവുകയോ ചെയ്യുന്ന കുട്ടികൾക്ക് പ്രതിമാസ ധനസഹായം നൽകുന്ന പദ്ധതി പഠിച്ചു വെച്ചോളുക. ആൻസർ സ്നേഹപൂർവം. പ്രീവിയസ്ലി പലതവണ ചോദിച്ച ചോദ്യമാണ്. അത് സ്നേഹപൂർവം. ഓക്കെ. അടുത്തത്, പോഷകത്തിനായിട്ട് സസ്യാഹാരികളെ ആശ്രയിക്കുന്ന മാംസാഹാരികൾ ഉൾപ്പെടുന്ന പോഷണ തലം ഏതാണ് എന്നുള്ളതാണ്. അല്ലെ, പോഷണത്തിനായിട്ട് സസ്യാഹാരികളെ, അതായത് നമുക്കൊരു ഫുഡ് ചെയിൻ എഴുതി നോക്കാം. ഫോർ എക്സാമ്പിൾ പുല്ല്, അല്ലെ, പുല്ല് തിന്നുന്ന ആരാ? പുല്ല് തിന്നുന്നത് പുൽച്ചാടിയാണ്. പുൽച്ചാടിയെ ഭക്ഷണമാക്കുന്നത് ആരാണ്? തവളയാണ്. തവളയെ ഭക്ഷണമാക്കുന്നത് പാമ്പാണ്. പാമ്പിനെ ഭക്ഷണമാക്കുന്നത് പരുന്താണ്. അപ്പൊ ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? നമ്മുടെ ഒരു ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്. അല്ലെ, ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്. അപ്പൊ അതിൽ ഓരോ പോഷണ തലങ്ങൾ എന്ന് പറയുന്നത്, ഒന്നാമത്തെ പോഷണ തലത്തില് ആരാ ഉൾപ്പെടുന്നത്? ഈ പറയുന്ന ഉൽപാദകരാണ്. അല്ലെ, സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കാൻ കഴിവുള്ള സസ്യങ്ങളാണ് ഒന്നാമത്തെ പോഷണതലം. രണ്ടാമത്തെ പോഷണതലത്തിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് സസ്യങ്ങളെ ഡയറക്റ്റ് തിന്നുന്ന ജീവികൾ. അല്ലെ, സസ്യങ്ങളെ ഡയറക്റ്റ് തിന്നുന്ന ജീവികൾ, പുൽച്ചാടികളാണ് രണ്ടാമത്തെ പോഷണതലത്തിൽ ഉൾപ്പെടുന്നത്. സസ്യാഹാരികൾ, അല്ലെ, സസ്യാഹാരികളാണ് രണ്ടാമത്തെ പോഷണതലത്തിൽ ഉൾക്കൊള്ളുന്നത്. ഇനി മൂന്നാമത്തെ പോഷണതലം എന്ന് പറയുന്നത് സസ്യാഹാരികളെ കഴിക്കുന്ന മാംസാഹാരികളാണ് മൂന്നാമത്തെ പോഷണതലം എന്ന് പറയുന്നത്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് പോഷണത്തിനായിട്ട് സസ്യാഹാരികളെ ആശ്രയിക്കുന്ന മാംസാഹാരികൾ ഉൾപ്പെടുന്ന പോഷണതലമാണ്.
സോ സസ്യാഹാരികളെ ആശ്രയിക്കുന്ന മാംസാഹാരികൾ ഇൻക്ലൂഡ് ചെയ്യുന്ന പോഷണതലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മൂന്നാമത്തെ പോഷണതലമാണ്. ഇതാണ് മൂന്നാമത്തെ പോഷണതലമാണ്. ഓക്കെ അല്ലേ? നമ്മുടെ ഈ പറയുന്ന ഒരു എൻവയോൺമെന്റിന്റെ ഉൽപാദകർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഡൗട്ടും വേണ്ട, അത് സസ്യങ്ങളാണ്. കാരണം സസ്യങ്ങൾക്ക് മാത്രമേ പ്രകാശ സംശ്ലേഷണം അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പ്രക്രിയയിലൂടെ സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കുവാൻ സാധിക്കുകയുള്ളൂ. അടുത്ത ചോദ്യത്തിലേക്ക് നോക്കാം. ക്വാഷിയോക്കർ എന്ന രോഗത്തിന്റെ കാരണം താഴെ പറയുന്നവയിൽ എന്താണ്? പലതവണ നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മുടെ ശരീരകലകളുടെ നിർമ്മാണത്തിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു പോഷണ ഘടകമാണ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഈ പ്രോട്ടീന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട 2 രോഗങ്ങളാണ്. ഒന്ന് ക്വാഷിയോക്കറും, 2 മെരാസ്മസും എന്ന് പറയുന്നത്. സോ ക്വാഷിയോക്കറും മെരാസ്മസും എന്ന് പറയുന്നത് എന്തിന്റെ കുറവ് മൂലം? പ്രോട്ടീന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട രോഗമാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അടുത്ത ചോദ്യം, ഒരു വിളയുടെ സങ്കര ഇനമാണ് പവിത്ര, വിള ഏത്? അപ്പൊ നിങ്ങൾ ഇത്രയും പഠിച്ചാൽ മതി അല്ലെ? നെല്ല് നിങ്ങളൊന്ന് ഓർത്തോളുക. നമ്മൾ കഴിക്കുന്ന അന്നം നമ്മളെ സംബന്ധിച്ച് പവിത്രമാണ് അല്ലെ? നമ്മൾ കഴിക്കുന്ന അന്നം നമ്മളെ സംബന്ധിച്ച് എന്താണ്? പവിത്രമാണ്. അപ്പോ അന്നപൂർണ, പവിത്ര എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? അന്നപൂർണ, പവിത്ര എന്ന് പറയുന്നത് എന്തിന്റെ സങ്കരീനമാണ്? നെല്ലിന്റെ സങ്കരീനമാണ്. അന്നപൂർണ, പവിത്ര എന്ന് പറയുന്നത് എന്തിന്റെ സങ്കരീനമാണ്? നെല്ലിന്റെ സങ്കരീനമാണ്. സോ ഒരു വിളയുടെ സങ്കരീനമാണ് പവിത്ര. ഏത് വിള? അത് നെല്ലാണ്. അന്നപൂർണ, പവിത്ര എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നെല്ലിന്റെ സങ്കരീനമാണ്. സോ ആൻസർ ഓപ്ഷൻ ബി ആണ്. അടുത്ത ചോദ്യമാണ്, ജലജന്യ രോഗം ഏതാണ്? അതായത് ജലത്തിലൂടെ പകരുന്ന രോഗങ്ങൾ താഴെ പറയുന്നവയിൽ ഏതാണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. നോക്കാം. ഹെപ്പറ്റൈറ്റിസിൽ നോക്കുവാണെങ്കിൽ പല ടൈപ്പ് ഹെപ്പറ്റൈറ്റിസ് എ ഉണ്ട്, ബി ഉണ്ട്, ഇ ഉണ്ട്. അതിൽ തന്നെ ഹെപ്പറ്റൈറ്റിസ് എയും ഹെപ്പറ്റൈറ്റിസ് ഇയും ജലത്തിലൂടെ പകരുന്നതാണ്. അതേപോലെ ലെപ്റ്റോസ്പൈറോസിസ് എന്നറിയപ്പെടുന്നത് എലിപ്പനിയാണ്. എലിപ്പനി പിന്നെ ബാക്ടീരിയ പരത്തുന്ന രോഗമാണ് എലിപ്പനി എന്ന് പറയുന്നത്. ഈ 3 രോഗങ്ങളുമാണ് എന്ത്? ജലജന്യ രോഗങ്ങൾ. സോ ആൻസർ ഓപ്ഷൻ ഡി ആണ് അല്ലെ? ആൻസർ ഓപ്ഷൻ ഡി ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന രോഗം ഏതാണ് അല്ലെ? മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്നത് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പൊ നോക്കിക്കൊടുക്കാം. മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന രോഗം എന്ന് പറയുന്നത് നിപ്പ, നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. നിപ്പ എന്ന് പറയുന്ന രോഗം അല്ലെ ഈ പറയുന്ന മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന ഒരു പ്രധാനപ്പെട്ട രോഗമാണ്. അതേപോലെ തന്നെ ജാപ്പനീസ് എൻസെഫലൈറ്റിസ് എന്ന് പറയുന്ന രോഗവും എന്താണ്? ഈ പറയുന്ന മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് വരുന്ന രോഗമാണ്. സോ അതുകൊണ്ട് തന്നെ മുകളിൽ കൊടുത്തിരിക്കുന്നത് 2 എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ളത്. മുകളിൽ കൊടുത്തിരിക്കുന്നത് 2 എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഓക്കെ, അടുത്ത സ്ലൈഡിലേക്ക് പോവാം. അടുത്ത ചോദ്യം ഇതാണ്. ആർദ്രം ദൗത്യത്തിന്റെ ലക്ഷ്യം എന്താണ്? സോ ഇതും പലതവണ നമ്മൾ പറഞ്ഞല്ലോ, പദ്ധതികളിൽ നിന്ന് പലതവണ ആവർത്തിക്കാറുള്ളതാണ് ആർദ്രം എന്ന് പറയുന്നത്. എന്താണ്? ജനസൗഹൃദ ഔട്ട് പേഷ്യന്റ് സേവനം എന്ന് പറയുന്നതാണ് ആർദ്രം പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അടുത്ത നമുക്ക് നോക്കാം. അശ്വമേധം പ്രചരണം എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? അശ്വമേധം എന്ന് പറയുന്നത് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? കുഷ്ഠരോഗവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പലതവണ ചോദിച്ചതാണ് അശ്വമേധം എന്ന് പറയുന്നത്. അതും ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെച്ചോളുക. ഓക്കെ, അടുത്ത നമുക്ക് നോക്കാം. സ്വാന്തന പരിചരണം നൽകുന്നത് ആർക്കാണ്? നമ്മൾ സ്വാന്തനം പരിചരണങ്ങൾ നൽകുന്നത് കിടക്കയിൽ കിടക്കുന്ന രോഗികൾക്ക് അല്ലെ? കിടക്കയിൽ കിടക്കുന്ന രോഗികൾക്കാണ് സാന്ത്വനം വേണ്ടത്. സോ സാന്ത്വനം പരിചരണം നൽകുന്നത് ആർക്കാണ്? കിടക്കയിൽ കിടക്കുന്ന രോഗികൾക്കാണ് എന്ന് മനസ്സിലാക്കുക. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. എന്താണ്? ഇൻസുലിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? നമുക്കറിയാം, നമ്മുടെ പാൻക്രിയാസിലെ ബീറ്റ കോശങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഹോർമോണാണ് ഇൻസുലിൻ എന്ന് പറയുന്നത്. ആ ഇൻസുലിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രമേഹം അല്ലെങ്കിൽ ഡയബറ്റീസ് ആണെന്ന് മനസ്സിലാക്കുക. എന്താ ഹൈപ്പർ ടെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഷർ കൂടുന്നതിനാണ് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത്. സ്ട്രോക്ക് എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിലുള്ള ബ്ലഡ് വെസൽസ് പൊട്ടുന്നതിനെയാണ് നമ്മൾ സ്ട്രോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. അടുത്ത ചോദ്യത്തിലേക്ക് നോക്കാം. രക്തത്തില് കാൽസ്യത്തിന്റെ അളവ് ക്രമാതീതമായിട്ട് കുറയുമ്പോൾ ഉണ്ടാകുന്ന
പേശികളുടെ കോച്ചി വലിവിനെ എന്തു പേരിൽ അറിയപ്പെടുന്നു? പലതവണ നമ്മൾ കേട്ടാണ് കാൽസ്യവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു ടേം പഠിച്ചു. എന്താണ്? കാൽസ്യത്തിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന പേശികളുടെ കോച്ചി വലിവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ടെറ്റനി എന്ന് പറയുന്നത്. സോ ആൻസർ ഓപ്ഷൻ ബി ആണ്. അത് ടെറ്റനി ആണ് എന്ന് മനസ്സിലാക്കുക. ടെറ്റനി ആണ് എന്ന് മനസ്സിലാക്കുക. ചോദ്യം ഇതാണ്: പുകവലി മൂലം ശ്വാസകോശത്തിൽ ഉണ്ടാക്കുന്ന രോഗം ഏതാണ്? നോക്കിക്കോളുക. ടൈഫോയിഡ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ബാക്ടീരിയ പരത്തുന്ന രോഗമാണ്. മലേറിയ എന്ന് പറയുന്ന പ്രോട്ടോസോ പരത്തുന്ന രോഗമാണ്. ന്യൂമോണിയയും അല്ല. പിന്നെ പുകവലി മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? എംഫസിമയാണ്, അല്ലെ? അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അടുത്ത ചോദ്യം: കേരള സർക്കാരിന്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതി ഏതാണ്? ഒരു ഡൗട്ടും വേണ്ട. കേരള സംസ്ഥാന സർക്കാരിന്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതി എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി മൃതസഞ്ജീവിനിയാണ്. പലതവണ ചോദിച്ചതാണ്, പഠിച്ചു വെച്ചോളുക. തെങ്ങിന്റെ സങ്കര ഇനം അല്ലാത്തത് ഏത്? പ്രധാനമായിട്ടും ചന്ദ്രലക്ഷ എന്ന് പറയുന്നത് എന്താണ്? തെങ്ങിന്റെ സങ്കരീനമാണ്. ലക്ഷഗംഗ തെങ്ങിന്റെ സങ്കരീനമാണ്. ചന്ദ്രശങ്കരയും തെങ്ങിന്റെ സങ്കരീനമാണ്. അല്ലാത്തത് ഏതാണ് എന്നുള്ളതാണ് ഓപ്ഷൻ സി. അക്ഷയ എന്ന് പറയുന്നതാണ് തെങ്ങിന്റെ സങ്കരീനം അല്ലാത്തത്. അടുത്ത നോക്കിക്കൊള്ളുക. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അല്ല, പലപ്പോഴും ചോദിക്കാറുള്ളതാണ്. തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡാണ്, അല്ലെ? പഠിച്ചു വെച്ചോളുക. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം എവിടെ സ്ഥിതി ചെയ്യുന്നു? കാസർഗോഡ് സ്ഥിതി ചെയ്യുന്നു. കാസർഗോഡ് സ്ഥിതി ചെയ്യുന്നു. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ഭക്ഷ്യ ശൃംഖലയിലെ പ്രാഥമിക ഉപഭോക്താക്കൾ ആരാണ്? അല്ലെ, പ്രാഥമിക ഉപഭോക്താക്കൾ ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ഉൽപാദകരല്ല, പ്രാഥമിക ഉപഭോക്താക്കൾ, അല്ലെ? ഒരു ഭക്ഷ്യ ശൃംഖലയിലെ ഉൽപാദകർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സസ്യങ്ങളാണ്. എന്നാൽ പ്രാഥമിക ഉപഭോക്താക്കൾ, അതായത് സസ്യാഹാരികളാണ്, അല്ലെ? പ്രാഥമിക ഉപഭോക്താക്കൾ എന്ന് പറയുമ്പോൾ സസ്യാഹാരികളാണ്. സസ്യത്തെ ഭക്ഷണമാക്കുന്നവരാണ് പ്രാഥമിക ഉപഭോക്താക്കള്. അത് സസ്യബുക്കുകളാണ്. ഓപ്ഷൻ സി സസ്യബുക്കുകളാണ്, അല്ലെ? അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? പലതവണ ചോദിക്കാറുള്ളതാണ്. SCRT-യിലും എടുത്തു ചോദിച്ചിട്ടുള്ളതാണ്. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമായിട്ട് ആചരിക്കുന്നത് അത് മെയ് 22 അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം. എന്താണ് ഏപ്രിൽ 22? ലോക ഭൗമ ദിനമാണ് ഏപ്രിൽ 22. സെപ്റ്റംബർ 16 ലോക ഓസോൺ ദിനം സെപ്റ്റംബർ 16. മാർച്ച് 21 എന്ന് പറയുന്നത് ലോക വനദിനമാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം മെയ് 22. അടുത്ത ചോദ്യം: ചുവടെ തന്നിരിക്കുന്നവയിൽ ഏതാണ് വൈറസ് കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾ? അല്ലെ, ക്ഷയം എന്ന് പറയുന്നത് ബാക്ടീരിയ ഉണ്ടാക്കുന്ന രോഗമാണ്. നിപ്പ വൈറസ് ആണ്. രണ്ടും വൈറസ് അല്ല, സോ ക്യാൻസൽ ചെയ്യാം. നിപ്പ വൈറസ് ആണ്. എയ്ഡ്സും വൈറസ് ആണ്. ശരിയാണ്. എയ്ഡ്സ് വൈറസ് ആണ്. മലേറിയ പ്രോട്ടോസോൺ ആണ്. തെറ്റാണ്. ക്ഷയം ബാക്ടീരിയ ആണ്. എയ്ഡ്സ് വൈറസ് ആണ്. ഇതും തെറ്റാണ്. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. അടുത്തത്: വനനശീകരണത്തിന് കാരണമാകാത്തത് ഏത്? അല്ലെ, കാരണമാകാത്തത് ഏത് എന്നുള്ളതാണ്. കറക്റ്റ് ആയിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്തിച്ചേരാം. റോഡുകളുടെ നിർമ്മാണം വനനശീകരണത്തിന് കാരണമാകും. ഇന്ധനത്തിന് വർദ്ധിച്ച ആവശ്യകത കാരണമാകാറുണ്ട്. വ്യാവസായിക വളർച്ച കാരണമാകാറുണ്ട്. സസ്യപരിപാലനം എന്തിന് കാരണമാകാറില്ല? ഈ പറയുന്ന വനനശീകരണത്തിന് കാരണമാകാറില്ല. ഓക്കെ അല്ലേ? ഈ മനുഷ്യ ഹൃദയത്തെ പൊതിഞ്ഞു കാണുന്ന ഇരട്ട സ്ഥലം നമ്മൾ നോക്കിയതാണ്, പഠിച്ചതാണ്. മനുഷ്യ ഹൃദയത്തെ പൊതിഞ്ഞു കാണപ്പെടുന്ന ഇരട്ട സ്ഥലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൃദയത്തെ പൊതിഞ്ഞു കാണപ്പെടുന്നത് ഓപ്ഷൻ എ പെരികാർഡിയമാണ്. പെരികാർഡിയമാണ്. ഓക്കെ അല്ലേ? നമ്മൾ പഠിച്ചതല്ലേ? അടുത്ത: മനുഷ്യരുടെ വായിലുള്ള ഉളിപ്പല്ലുകളുടെ എണ്ണം എത്ര? അതും നമ്മൾ പഠിച്ചതാണ്. അല്ല, ഉളിപ്പല്ല് എന്ന് പറയുമ്പോൾ 2 1 2 3 2 × 4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 8 ഓപ്ഷൻ ബി 8 എന്നത് പറയുന്നത് ഉളിപ്പല്ലുകൾ അല്ലെങ്കിൽ ഇൻസിസേഴ്സിന്റെ എണ്ണം എന്ന് മനസ്സിലാവും. അപ്പൊ ഇങ്ങനെയൊക്കെ ചോദിക്കും. ഞാൻ അപ്പോഴേ പറയുന്ന ദന്തൽ ഫോർമുല വെച്ച് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് മനസ്സിലാക്കുക. അടുത്ത ചോദ്യം എന്ന് പറയുന്നത്: ശ്വാസപ്രവർത്തനങ്ങളിൽ നിശ്വാസ സമയത്ത് നടക്കുന്ന പ്രക്രിയകളിൽ ശരി ഏതാണ് എന്നുള്ളത് കണ്ടെത്തുക. നിശ്വാസമാണ്. അല്ല, എന്താണ് ഉച്ഛ്വാസം? ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നതാണ് ഉച്ഛ്വാസം. ശ്വാസം പുറത്തേക്ക് തള്ളുന്നത് നിശ്വാസം. അപ്പൊ ശ്വാസം പുറത്തേക്ക് പോകുന്നതാണ് നിശ്വാസം. ശ്വാസകോശങ്ങളിൽ നിന്ന് വായു പുറന്തള്ളപ്പെടുന്നു. ശരിയല്ലേ? അതല്ലേ നിശ്വാസം എന്ന് പറയുന്നത്? അത് ശരിയാണ്. ഒന്ന് ശരിയാണ്, അല്ലെ? ഒന്ന് ശരിയാണ്. അപ്പൊ നമുക്ക് ഈ ബി ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം. ഓക്കെ, ശരിയാണ് ചോദിച്ചിരിക്കുന്നത്, അല്ലെ? ഓക്കെ. ഔരസാശയത്തിന്റെ വ്യാപ്തി വർദ്ധിക്കുന്നു.
നമ്മൾ പുറത്തേക്ക് അല്ലെങ്കിൽ വാതകം പുറത്തേക്ക് പോകുമ്പോൾ ഈ പറയുന്ന ലങ്സിന്റെ വോളിയം കൂടുമോ? ഒന്ന് ആലോചിച്ച് നോക്കി. ലങ്സിന്റെ വോളിയം കുറയത്തുള്ളല്ലോ അല്ലെ? വ്യാപ്തി വർദ്ധിക്കുന്നു പറഞ്ഞ രണ്ട് തെറ്റല്ലേ? അപ്പൊ നമുക്ക് ഇത് എന്ത് ചെയ്യാം? എയും എലിമിനേറ്റ് ചെയ്യാം. കാരണം ഇവിടെ 2 ശരിയാണെന്ന് പറയുന്നത്, അത് എലിമിനേറ്റ് ചെയ്യാം. അടുത്തത് ഔരസാശയത്തിന്റെ വായു മർദ്ദം കൂടുന്നു. നമുക്കറിയാം വായു എന്ന് പറയുന്ന മർദ്ദം കൂടിയ ഭാഗത്ത് നിന്നാണ് കുറഞ്ഞ ഭാഗത്തേക്ക് വരുന്നത്. അവിടെ വായു മർദ്ദം കൂടി, ലങ്സിനുള്ളിൽ വായു മർദ്ദം കൂടിയെങ്കിൽ മാത്രമേ പുറത്തേക്ക് വരികയുള്ളൂ. അപ്പൊ ഈ വായു മർദ്ദം കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ശരിയല്ലേ? അപ്പൊ എന്ത് നമുക്ക് പറയാം? അപ്പൊ ആൻസർ ഓൾറെഡി ആയി അല്ലെ? 2, 3 ശരി എന്നിവ മാത്രം എന്ന് പറയുന്നുണ്ട് അല്ലെ? അടുത്ത നോക്കിയുള്ളത് ഔരസാശിന്റെ വായു മർദ്ദം കുറയുന്നു എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ഏതൊക്കെയാ ശരി? 1, 3 എന്നിവ മാത്രമാണ് ശരി. ആ ലങ്സിന്റെ ആ പറയുന്ന ഒരു ഏരിയ ക്ലിയർ ആണെങ്കിൽ അത് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടും. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, ചുവടെ തന്നിരിക്കുന്നവയിൽ ഏതാണ് വൈറസ് കാരണം ഉണ്ടാകുന്ന രോഗം അല്ലെ? വീണ്ടും അതേപോലെ സെയിം ചോദ്യം റിപ്പീറ്റഡ് ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഏതാണ്? നിപ്പ, അതേപോലെ തന്നെ എയ്ഡ്സ് ആണ് വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗം എന്ന് മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? നെക്സ്റ്റ്, സർക്കാർ ആശുപത്രിയുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തി അവയെ ജനസൗഹാർദ്ദമാക്കുന്ന നവകേരള ദൗത്യത്തിന്റെ ഭാഗമായിട്ടുള്ള പദ്ധതി ഏതാണ്? ആർദ്രം. പലതവണ നമ്മളിപ്പോ നോക്കിയപ്പോ തന്നെ ആർദ്രം പലതവണ വന്നതാണ്. ഓക്കെ അല്ലേ? ഇപ്പൊ സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തി അവയെ ജനസൗഹൃദമാക്കുന്ന നവകേരള പദ്ധതിയുടെ ദൗത്യമാണ് ഇതെന്ന് പറയുന്നത് ആർദ്രം എന്ന് മനസ്സിലാക്കുക. അടുത്തത്, കാൽസ്യത്തിന്റെ അപര്യാപ്തത ശരീരത്തിന്റെ ഏതെല്ലാം പ്രവർത്തനങ്ങളെ ബാധിക്കുന്നു? കാൽസ്യത്തിന്റെ കുറവ് മൂലം രക്തം കട്ട പിടിക്കുന്നുണ്ട്, പേശി പ്രവർത്തനത്തെ ബാധിക്കുന്നുണ്ട്, എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനെയും അല്ലെങ്കിൽ ഈ പറയുന്ന ആരോഗ്യത്തെയും ബാധിക്കുന്നുണ്ട്. ഓപ്ഷൻ ഡി, മേൽ പറഞ്ഞവയെല്ലാം ശരിയാണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. അല്ല, ഇതെല്ലാം വരുന്നുണ്ടല്ലോ. സോ ഓപ്ഷൻ ഡി ആണ്. അടുത്ത ചോദ്യം, മനുഷ്യ രക്തത്തിൽ ഹീമോഗ്ലോബിനുമായിട്ട് യോജിക്കാത്ത പ്രസ്താവന എന്താണ് അല്ലെ? രക്തത്തില് ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് ഇവ സംവഹിക്കാൻ സഹായിക്കുന്നത് ഹീമോഗ്ലോബിൻ ആണ് അല്ലെ? നമ്മൾ പഠിച്ചു. അല്ല, അതേപോലെ തന്നെ പ്ലാസ്മയിൽ കാണപ്പെടുന്നത് ഹീമോഗ്ലോബിൻ എവിടെയാണ് കാണപ്പെടുന്നത്? RBCയിലാണ് കാണപ്പെടുന്നത്. അപ്പൊ ബി തെറ്റാണ്. മാംസ്യവും ഇരുമ്പും അടങ്ങിയിട്ടുണ്ട് അല്ലെ? ഇതിൽ പ്രോട്ടീൻസും അതേപോലെ അയണും അടങ്ങിയിട്ടുണ്ട്. ശരിയാണ്. ചുവന്ന രക്താണുവിൽ കാണപ്പെടുന്നു, ഓൾറെഡി പറഞ്ഞു RBCയിൽ കാണപ്പെടുന്നു. തെറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ് തെറ്റായിട്ടുള്ളത്. ഓപ്ഷൻ ബി ആണ് തെറ്റായിട്ടുള്ളത്. അടുത്ത ചോദ്യം, രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ. ഓൾറെഡി ഞാൻ പറഞ്ഞു, പാൻക്രിയാസിലെ ബീറ്റാ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഏത് ഹോർമോൺ? ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോൺ ആണ് നമ്മുടെ രക്തത്തിന്റെ ഗ്ലൂക്കോസിന്റെ അളവ് നിയന്ത്രിക്കുന്നത്. സോ ആൻസർ ഏതാണ്? ഇൻസുലിൻ ആണ്. അളവിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ അത് ഇൻസുലിൻ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഗ്ലൂക്കോഗോൺ വരാം അല്ലെ? ഗ്ലൂക്കോഗോൺ വരാം. ഗ്ലൂക്കോഗോൺ എന്ന് പറയുന്നത് ഗ്ലൂക്കോസിന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടാൻ സഹായിക്കുന്ന. ആൻസർ ആക്ച്വലി എന്ത് വരാം? ബിയും സിയും വരാം. പക്ഷെ PSC കൊടുത്തിരിക്കുന്ന ആൻസർ ഏതായിരുന്നു? ബി ആയിരുന്നു. ഓക്കെ അല്ലെ? പിന്നെ അഡ്രിനൽ ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന അഡ്രിനാലിൻ എന്ന് പറയുന്നത് എമർജൻസി ഹോർമോൺ ആണ്. മെലാറ്റോണിൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ? മെലാറ്റോണിൻ, പീനൽ ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന മെലാറ്റോണിൻ എന്ന് പറയുന്നത് ഏതാണ്? ബയോളജിക്കൽ ക്ലോക്ക് അല്ലെങ്കിൽ ജൈവ ഘടികാരം എന്ന് അറിയപ്പെടുന്നു. ഇവിടെ നോക്കുക, പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ. ആക്ച്വലി 2 ഹോർമോണുകൾ വരുന്നുണ്ട്, ഇൻസുലിനും ഗ്ലൂക്കോഗോണും. ഗ്ലൂക്കോസിന്റെ അളവ് നിയന്ത്രിക്കുന്നതാണ്. പക്ഷെ ഇവിടെ കറക്റ്റ് PSC കൊടുത്തതെന്ന് ഏതായിരുന്നു? ഓപ്ഷൻ ബി ആയിരുന്നു. ഓക്കെ അല്ലെ? പക്ഷെ കറക്റ്റ് ആയിട്ട് നിങ്ങൾ പറയുമ്പോൾ ഗ്ലൂക്കോസിന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ കുറയ്ക്കാൻ സഹായിക്കുന്നത് ഇൻസുലിൻ. ഗ്ലൂക്കോസിന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ കുറയ്ക്കാൻ സഹായിക്കുന്ന ഇൻസുലിനും, നേരെ തിരിച്ച് ഗ്ലൂക്കോസിന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടാൻ സഹായിക്കുന്നത് ഗ്ലൂക്കോഗോണുമാണ്. ഈ ഇൻസുലിനും ഗ്ലൂക്കോഗോണും ഉൽപ്പാദിപ്പിക്കുന്നത് പാൻക്രിയാസ് തന്നെയാണ്. അതും കൂടി ഒന്ന് കണക്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ശരി. അടുത്തത്, വൈഡാൽ ടെസ്റ്റ് എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്? പലതവണ ചോദിച്ചതാണ്. വൈഡാൽ ടെസ്റ്റ് എന്ന് പറയുന്നത് എന്തുമായിട്ട്? ടൈഫോയിഡുമായിട്ട് ബന്ധപ്പെട്ടാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ വൈഡാൽ പരിശോധന അല്ലെങ്കിൽ വൈഡാൽ ടെസ്റ്റ് എന്ന് മനസ്സിലാക്കുക. അടുത്ത ചോദ്യം നോക്കിക്കൊള്ളുക, കേരളത്തിലെ പ്രധാന കാർഷിക ഗവേഷണ സ്ഥാപനങ്ങളും അവയുടെ ആസ്ഥാനവുമാണ് ചുവടെ നൽകിയിരിക്കുന്നത്. അവയിൽ ശരിയായത് മാത്രം എന്ത് ചെയ്യുക? തിരഞ്ഞെടുക്കുക. കേന്ദ്ര കിഴങ്ങ് വിള ഗവേഷണ കേന്ദ്രം കാസർഗോഡ് ആണോ? നമ്മൾ അങ്ങനെ പഠിച്ചിട്ടുണ്ടോ? കിഴങ്ങ് വിള ഗവേഷണ കേന്ദ്രം കാസർഗോഡ്. നമ്മൾ അത് ശ്രീകാര്യം എന്നല്ല പഠിച്ചിട്ടുള്ളത്. തെറ്റാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസ് റിസർച്ച് കോഴിക്കോട്, അത് ശരിയാണ്.
കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം ആണോ? തോട്ടവിള ഗവേഷണ കേന്ദ്രമാണോ ശ്രീകാര്യം? അത് തെറ്റാണ് അല്ലെ. കേന്ദ്ര കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം മണ്ണൂത്തി തൃശ്ശൂർ, അത് ശരിയാണ്. അപ്പൊ എന്താണ്? 2ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. 2ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. ഓക്കെ, ഇപ്പൊ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട റിസർച്ച് സ്ഥാപനങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ചോദ്യങ്ങൾ വരാറുണ്ട്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവർ കേരളത്തിന്റെ നെല്ലിനങ്ങൾ ഏതെല്ലാമാണ്? നമ്മൾ ഓൾറെഡി പഠിച്ചു. എന്താണ്? നമ്മൾ കഴിക്കുന്ന അന്നം നമ്മളെ സംബന്ധിച്ച് പവിത്രമാണ്. സോ പവിത്ര, അന്നപൂർണ. 1ഉം 4ഉം 1ഉം 4ഉം. ജ്വാലാമുഖി എന്ന് പറയുന്നത് എന്താണ്? ഒരു മുളകാണ്. ജ്യോതിക എന്ന് പറയുന്നത് ഒരു പയറാണ്, പയർ വർഗത്തിന്റെ സങ്കരീനമാണ്. ഓക്കെ, അടുത്ത ചോദ്യം, മലിനമായ കുടിവെള്ളം ഉപയോഗിക്കുന്നതിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതെല്ലാമാണ്? മലിനമായിട്ടുള്ള കുടിവെള്ളം ഉപയോഗിക്കുന്നതിലൂടെ പകരുന്ന എയ്ഡ്സ് എന്തായാലും അങ്ങനെ പകരില്ല, 3 എന്തായാലും വരില്ല എന്ന് നമുക്കറിയാം അല്ലെ. അപ്പൊ ഈ ഒരു ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. പിന്നെ ഡയേറിയ, ടൈഫോയിഡ്, കോളറ. ഡയേറിയ, ടൈഫോയിഡ്, കോളറ പ്രധാനമായിട്ടും ഈ പറയുന്ന ജലത്തിലൂടെ പകരുന്ന രോഗമാണ്. സോ ആൻസർ 1, 2, 4 എന്നിവയാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? നമ്മൾ ഇങ്ങനെ ആൻസർ ഇപ്പം ഓപ്ഷൻസ് കാണുമ്പോൾ എലിമിനേറ്റ് ചെയ്ത് ആൻസറിലേക്ക് എത്താനായിട്ട് ശ്രമിക്കണം, ഡൗട്ട് ഉണ്ട് എങ്കിൽ. ഓക്കെ അല്ലേ? അടുത്ത നോക്കിക്കൊള്ളുക. താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. കാർബൺ ഡൈ ഓക്സൈഡ് ആഗോള താപനത്തിന് കാരണമാകും. ഓൾറെഡി നമ്മൾ പറഞ്ഞു അല്ലെ, കാർബൺ ഡൈ ഓക്സൈഡ് ആഗോള താപനത്തിന് കാരണമാകുന്നുണ്ട്, ശരിയാണ്. കാർബൺ ഡൈ ഓക്സൈഡ് രക്തത്തിലെ ഹീമോഗ്ലോബിനായിട്ട് ചേർന്ന് കാർബോക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാവുന്നുണ്ട്, അതും ശരിയാണ് അല്ലെ. ഫോസിൽ ഇന്ധനങ്ങൾ കത്തുന്നത് വഴിയാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നത്, അതും ശരിയാണ്. അതായത് ഈ പറയുന്ന 3 സ്റ്റേറ്റ്മെന്റുകൾ, 1, 2, 3 സ്റ്റേറ്റ്മെന്റുകൾ എന്താണ്? ശരിയാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? അടുത്തൊരു ചോദ്യം, രാജകീയ രോഗം എന്നറിയപ്പെടുന്നത് അല്ല, നമ്മൾ ഓൾറെഡി പഠിച്ചു. ഏത് രോഗം? നമ്മൾ നേരത്തെ മുമ്പ് പഠിച്ചാണ്. രാജകീയ രോഗം എന്നറിയപ്പെടുന്ന ജനിതക രോഗം ഏതാണ്? അത് ഹീമോഫീലിയാണ്. സ്കർവി എന്ന് പറയുന്നത് വിറ്റാമിൻ സിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം. സാർസ് എന്ന് പറയുന്നത് ലങ്സിനെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട രോഗം. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, മികച്ച ചികിത്സാ സൗകര്യം മിതമായ നിരക്കിൽ ലഭ്യമാക്കാനായിട്ട് ആരോഗ്യ രംഗത്ത് സർക്കാർ സേവനങ്ങൾ ജനസൗഹൃദമാക്കാൻ ലക്ഷ്യമിടുന്ന പദ്ധതി ഏത്? പലതവണ നമ്മളിപ്പോ ചോദിച്ച ചോദ്യമാണ്. എന്ത്? ആർദ്രം പദ്ധതി. ഇപ്പോഴും പലതവണ ചോദിക്കുന്നതാണ് കേട്ടോ. ആൻസർ ഓപ്ഷൻ എ, ആർദ്രം പദ്ധതിയാണ്. അടുത്തത്, ഹൃദയമിടിപ്പ് അറിയാനുള്ള ഉപകരണമായിട്ടുള്ള സ്റ്റെതസ്കോപ്പ് കണ്ടെത്തിയത് ആരാണ്? സ്റ്റെതസ്കോപ്പ് കണ്ടെത്തിയത് ആരാണ്? റെനെ ലെനക് അല്ലെ. റെനെ ലെനക് ആണ് എന്ത് കണ്ടുപിടിച്ചത്? സ്റ്റെതസ്കോപ്പ് കണ്ടുപിടിച്ചത്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, വിറ്റാമിൻ എയെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. വിറ്റാമിൻ എയുടെ രാസനാമം റെറ്റിനോൾ എന്നാണ്. കറക്റ്റ് അല്ലേ? വിറ്റാമിൻ എയുടെ രാസനാമം റെറ്റിനോൾ, ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് അല്ലെ. വിറ്റാമിൻ എയുടെ അഭാവം മൂലം മനുഷ്യരിൽ നിശാന്തത എന്ന രോഗം ഉണ്ടാകുന്നു, അതും ശരിയല്ലേ. വിറ്റാമിൻ എയുടെ കുറവ് മൂലം രാത്രി കാഴ്ചയില്ലാത്ത അവസ്ഥ ഉണ്ടാകുന്നു, അതാണ് നിശാന്തത. അപ്പൊ അതിൽ 1ഉം 2ഉം ശരിയാണ്. സോ 1ഉം 2ഉം ശരിയാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഓക്കെ അല്ലേ? ഓക്കെ, അടുത്ത ചോദ്യം, തൊണ്ടമുള്ളിന് കാരണമാകുന്ന രോഗാണു ഏതാണ്? തൊണ്ടമുള്ള് അല്ലെങ്കിൽ ഡിഫ്തീരിയ. നമുക്കറിയാം തൊണ്ടമുള്ള് അല്ലെങ്കിൽ ഡിഫ്തീരിയ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ബാക്ടീരിയ പരത്തുന്ന രോഗമാണ്. ആ തൊണ്ടമുള്ള് അല്ലെങ്കിൽ ഡിഫ്തീരിയക്ക് കാരണമാകുന്ന രോഗാണു ഏതാണ് എന്നുള്ളതാണ്. അതേതാണ്? ബാക്ടീരിയ ആണ്. ഏത് ബാക്ടീരിയ? കൊറനി ബാക്ടീരിയം ഡിഫ്തീരിയ എന്ന് പറയുന്ന ബാക്ടീരിയ ആണ് തൊണ്ടമുള്ളിന് കാരണമാകുന്നത്. ഓക്കെ, അടുത്തത്, പ്രകാശ സംശ്ലേഷണത്തിനായിട്ട് സസ്യങ്ങൾ പ്രയോജനപ്പെടുത്തുന്ന വാതകം ഏതാണ്? നമുക്ക് ഓൾറെഡി അറിയാം, വേരുകൾ വലിച്ചെടുക്കുന്ന ജലവും അന്തരീക്ഷത്തിൽ നിന്ന് വലിച്ചെടുക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡും ഉപയോഗിച്ചാണ് സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണം നടത്തുന്നത്. സോ പ്രകാശ സംശ്ലേഷണത്തിന് പ്രയോജനപ്പെടുത്തുന്ന വാതകം ഏതാണ് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓപ്ഷൻ ഡി, കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. എന്താണ്? താഴെ പറയുന്നവയിൽ ഇനങ്ങളിൽ കൊതുക് മുഖേന അല്ലാതെ പകരുന്ന രോഗങ്ങൾ ഏതെല്ലാം? അല്ലെ, ഇത് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് പറയാം. കൊതുക് വഴി പകരുന്ന രോഗങ്ങൾ എന്ന് പറയുന്നത് മന്ത് എന്ന് പറയുന്ന രോഗം അല്ലെ. മന്ത് എന്ന് പറയുന്നത് ക്യൂലസ് കൊതുകുകൾ വഴി പകരുന്ന രോഗമാണ്. അതേപോലെ തന്നെ മലമ്പനി എന്ന് പറയുന്നത് അനോഫിലസ് കൊതുകുകൾ വഴി പകരുന്ന രോഗമാണ്. അപ്പൊ ഇത് രണ്ടും കൊതുകുകൾ വഴിയാണ്. ബാക്കി കുഷ്ഠവും കോളറയും 1ഉം 3ഉമാണ് കൊതുക് വഴി അല്ലാതെ പകരുന്നത് അല്ലെ. കൊതുക് മുഖേന അല്ലാതെ പകരുന്നതാണ്. സോ 1ഉം 3ഉമാണ് ആൻസർ വരുന്നത്. ഓക്കെ അല്ലേ? അപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ അവസാനത്തെ ഇതുണ്ട്. എന്താണ്? രക്തദാനവുമായിട്ട് ബന്ധപ്പെട്ട് ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായത് തിരഞ്ഞെടുക്കുക. രക്തദാനവുമായിട്ട് ബന്ധപ്പെട്ടാണ്, ബ്ലഡ് ട്രാൻസ്ഫറുമായിട്ട് ബന്ധപ്പെട്ട്.
മാസത്തിൽ ഒരിക്കൽ രക്തദാനം ചെയ്യാം. മാസത്തിൽ ഒരിക്കലാണോ രക്തദാനം ചെയ്യുന്നത്? അല്ല, 3 മാസത്തിൽ ഒരിക്കലാണ് രക്തദാനം ചെയ്യുന്നത്. തെറ്റിപ്പോകരുത്, ഇത് തെറ്റാണ്. അടുത്തത് 18നും 60നും ഇടയിൽ പ്രായമുള്ളവർക്ക് രക്തദാനം ചെയ്യാം. അത് കറക്റ്റാണ് അല്ലെ? 18 മുതൽ 60 വരെ വയസ്സുള്ളവർക്ക് രക്തദാനം ചെയ്യാം. ഗർഭിണികള്, മുലയൂട്ടുന്ന അമ്മമാര് എന്നിവർ രക്തദാനം ചെയ്യാനായിട്ട് പാടില്ല. ശരിയാണ്, അതും ശരിയാണ്. അപ്പൊ ഇതിൽ ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഏകദേശം കുറച്ചൊരു 10, 60, 70 PYQs നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇതില് ഇനിയും ഉണ്ട് ഒരു സെക്ഷൻ. ഏകദേശം 2023 വരെയുള്ള ചോദ്യങ്ങളാണ് നോക്കിയത്. ഇനി 24, 25 വരെയുള്ള ചോദ്യങ്ങൾ നോക്കാനുണ്ട്. അത് നമ്മൾ ഒരു അടുത്ത സെക്ഷൻ ആയിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ LGS എക്സാമിന്, കമ്പനി ബോർഡ് LGS എക്സാമിന് ഇനി വെറും 70 ദിവസം മാത്രമേ നമ്മുടെ കൈകളിലുള്ളൂ. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് വിനിയോഗിക്കാൻ താല്പര്യമുണ്ട് എങ്കിൽ നമ്മുടെ ഏറ്റവും പുതിയൊരു ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. 70 ദിവസം കൃത്യമായിട്ടുള്ള സ്റ്റഡി പ്ലാനോട് കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വ്യക്തമായിട്ട് പഠിക്കാം. PYQs ബേസ് ചെയ്ത് പഠിക്കാം. ബാച്ചിനെ കുറിച്ച് കൂടുതൽ അറിയാനും ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനും എന്ത് ചെയ്യുക, താഴെ കാണുന്ന നമ്പറിൽ കണക്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു സെക്ഷൻ, ഇതിന്റെ പാർട്ട് 2 സെക്ഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. തീർച്ചയായിട്ടും ഇതിന്റെ പാർട്ട് 2 സെക്ഷൻ വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാനായിട്ട് കൂടി നിങ്ങൾ മറക്കരുത്. സോ അടുത്ത സെക്ഷനുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. Download now CC Learning app.